Hello makale, good evening everyone. ഞാൻ വിസിബിൾ ആണോ? അതുപോലെ ഓഡിബിൾ ആണല്ലോ? ഷഫീർ, അഭിഷേക്, ഗുഡ് ഈവനിങ്. അല്ല അലൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ എന്തോ മക്കളെ, ഓൺലൈനിലുള്ളവരെല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ, നോക്കട്ടെ ആരൊക്കെയാണെന്ന്. ആനന്ദ്, കാർത്തിക്, ഫിദ, ബാറ്റ്മാൻ, ബ്രൂസോ, എൻ്റെ പൊന്നെ കിടിലൻ പേരുകളൊക്കെയാണല്ലേ. ഓക്കെ, സോ ഇന്ന് നമ്മുടെ വൺ ഷോട്ട് സീരീസിൻ്റെ ഡിസ്കഷനകത്ത് നമ്മൾ നൈസാം, വാസുക്കി അയ്യർ, ആനന്ദ്, ഹായ്. സോ അപ്പം മക്കളെ, ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനകത്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സും. ഓക്കെ, ഫൈൻ. വലിയ എന്താ പറയുക, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത എന്നാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. സോ നമ്മൾ എന്താ പറയുന്നത്, മാക്സിമം കേസസ് കൺസിഡർ ചെയ്തുകൊണ്ട്, റെപ്പിറ്റീഷൻ ഒഴിവാക്കി മാക്സിമം കേസസ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സ്കെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നലെ നിങ്ങൾ സ്വിഫ്റ്റ് ഫിസിക്സ് റീക്യാപ്പിനകത്ത് ഇക്വേഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെട്ട് ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് ആ ഒരു പുതുമ നിലനിർത്താൻ തന്നെ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പോകാം എന്നുള്ളൊരു പ്ലാനായിട്ടാണ് ഇമ്മീഡിയറ്റ്ലി ഈ രണ്ട് ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ അപ്പം സമയം വൈകിപ്പിക്കുന്നില്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. സോ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സും ആയിരിക്കും. ഓക്കെ, ഫൈൻ. ഇന്ത്യൻ, ലവ് യു ടു. മക്കളെ നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് കൺഫേം ചെയ്യുമോ പ്ലീസ് മക്കളെ? ഡാർവിനെ മക്കളെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പ്ലീസ് ആ ക്വസ്റ്റ്യൻ്റെ വിസിബിലിറ്റി ഒന്ന് കൺഫേം ചെയ്യണേ. സൂം ഇൻ സൂം ഔട്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയേണ്ടിയിട്ടാണ്. പ്ലീസ് മക്കളെ അതൊന്ന് കൺഫേം ചെയ്യണേ. അനന്തു, മധു മക്കളെ വിസിബിലിറ്റി ഓക്കെ, ശരി. സോ നിങ്ങൾ ഓക്കെ റീഡബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. സൂം ഇൻ അല്ലെങ്കിൽ സൂമിനോ സൂം ഔട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പറയണം. പെർഫെക്റ്റ്ലി ക്ലിയർ. താങ്ക് യു ഹെൻറി. സോ അപ്പം നമ്മൾ സമയം കളയുന്നില്ല മക്കളെ, തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചേ, നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്, നോക്കുക. ഫോർ ത്രീ low density gas, okay, A, B and C, pressure versus temperature graph are plotted while keeping them at constant volume, okay, as shown in the figure. Okay ആണല്ലോ? അങ്ങനെ ആണ് എങ്കിൽ the temperature correspond to the point capital K is എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ എന്താണ്, വളരെ ലോ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന എ, ബി, സി എന്ന് പേരുള്ള 3 ഗ്യാസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്കായിട്ട് ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ്, PT ഗ്രാഫാണ്. അങ്ങനെയാണ് എങ്കിൽ കെ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും മക്കളെ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കെ എന്ന് പറയുന്ന പോയിന്റിൽ ഓക്കെ, പ്രഷർ അറ്റ് കെ എന്താണ്? 0 അല്ലേ? ആണല്ലോ? സോ സീറോ പ്രഷർ, ഒരു ഗ്യാസ് സീറോ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് തന്നിട്ടുള്ള
നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോയിലല്ലേ? എങ്ങനെയാണ്? അബ്സല്യൂട്ട് സീറോയിലാണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 0 കെൽവിൻ അല്ലേ? 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആവണ്ടേ? നമുക്ക് ആൻസറിലോട്ട് എത്തിയല്ലോ. അവർ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ ആണല്ലോ? മക്കളെ ഓൺലൈനിലുള്ളവരെല്ലാവരും റെസ്പോൺസിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷനുമായിട്ട് വന്നിരിക്കുകയാണ്. സോ റിവാർഡായിട്ട് നമ്മൾക്ക് വേണ്ടത് നിങ്ങളുടെ റെസ്പോൺസും എനർജിയും മാത്രമാണ്, വേറെ ഒന്നും വേണ്ട. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹായ് ഹൃഷികേഷ്, റെസ്പോൺസിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. ഞാൻ പറഞ്ഞു, റെസ്പോൺസിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ബിഹേവിയർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്? ഓക്കെ, സിമ്പിൾ ഹാവ് ദ യൂഷ്വൽ മീനിങ്. ഓക്കെ ഫൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ കാണിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏത് ഗ്രാഫാണ് എന്നാണ്. ആണല്ലോ, ശരിയല്ലേ? ഡാർവിനെ, നിനക്കിട്ട് നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോ. സോ നമ്മളോട് ചോദിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നത് ഏതാണെന്നാണ്. ശരിയല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ് മക്കളെ. PV = എന്താണ്? μRT വരണം. ശരിയല്ലേ? PV = μRT വരണം. സോ നിങ്ങൾ y ആക്സിസിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും എന്താണ്? PV അല്ലേ? ആണല്ലോ. സോ എക്സ് ആക്സിസിൽ എന്താണ് മക്കളെ ഉള്ളത്? എക്സ് ആക്സിസിലുള്ളത് എന്താണ്? ടൈമാണ്. ശരിയാണല്ലോ. സോ എനിക്ക് പറയാൻ പറ്റും y അല്ലേ? y = ടൈം അല്ല, സോറി ടെമ്പറേച്ചർ അല്ലേ? എക്സ് ആക്സിൽ എന്താണുള്ളത്? ടെമ്പറേച്ചർ ആണ്. ആണല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും y പ്രൊപ്പോർഷണൽ ടു എ കോൺസ്റ്റൻറ്റ് k ഇൻറ്റു ടെമ്പറേച്ചറിന് വരെ എന്ത് തോന്നുന്നു? എക്സ് എന്ന് വന്നില്ലേ? ആണല്ലോ. വിച്ച് മീൻസ് y പ്രൊപ്പോർഷണൽ ടു എന്ത് വന്നു? എക്സ് എന്ന് വന്നില്ലടാ. y പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് തോന്നുന്നു? എക്സ് എന്ന് പറഞ്ഞു. വിച്ച് മീൻസ് PV അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെന്ന് പറയാം? PV പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് വന്നു? T എന്ന് വന്നല്ലോ. സോ PV പ്രൊപ്പോർഷണൽ ടു T ആയിട്ടുള്ളത് എന്താണുള്ളത്? അല്ലേ? ഓപ്ഷൻ 3 വരത്തില്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ 3 വരത്തില്ലേ? അതെ. അഭയ കൃഷ്ണൻ മോനെ കണ്ടാൽ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ടാകും. പേരിൻ്റെ കാര്യത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പേരിൻ്റെ കാര്യത്തിൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ സോ പുവർ. കാരണം അത്രയും കുട്ടികളുള്ള ക്യാമ്പസ് അല്ലേ, ഹൈബ്രിഡ് ക്യാമ്പസ്. സോ പെട്ടെന്ന് ചില കുട്ടികളുടെ പേര് നമ്മൾക്ക് ഓർമ്മയുണ്ടാകും, ലൈക്ക് യുണീക്ക് നെയിം. ഓക്കെ, സോ ഹൃഷികേഷിൻ്റെ ആൻസർ കറക്റ്റ് ആയിരുന്നു. ദെൻ എന്തോന്നടേ പേര് വായിക്കാൻ പറ്റത്തില്ല, വേറൊരാളൂടെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല മക്കളെ, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? അഭയ് കൃഷ്ണൻ, ഐ ആം സോ സോറി അഭയ്, ഐ ആം സോ സോറി. അടുത്ത ക്വസ്റ്റിനോട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 3 മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിച്ചേ. ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, 2 pressure P1 and P2 are shown in the figure. ഓക്കെ, P1 and P2 are shown in the figure. നമുക്ക് തന്നിരിക്കുന്നത് VT ഗ്രാഫാണ്. സോ അങ്ങനെയാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? V വേഴ്സസ് T ഗ്രാഫാണ്. മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യനും ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈക്ക് എങ്ങനെയാണ് കണക്ടിവിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നതെന്നും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത് ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, ഓക്കെ, പ്രഷർ P1 P2 നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാവുന്ന കാര്യമാണ് മക്കളെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ PV = എന്തായിരിക്കണം? PV = μRT ആയിരിക്കണ്ടേ? ആണല്ലോ മക്കളെ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏത് ഗ്രാഫാണ് നമുക്ക് വേണ്ടത്? V വേഴ്സസ് T ഗ്രാഫ് അല്ലേ? സോ V upon T എന്ന് പറഞ്ഞാൽ എന്ത് വരടാ?
മ്യൂ ആർ ബൈ എന്തെന്ന് പറയണം, പി എന്ന് പറയണം, ശരിയല്ലേ? സോ ഈ വി ബൈ ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ആർ ബൈ പി ആയിരിക്കും, ശരിയാണല്ലോ. വിച്ച് മീൻസ് സ്ലോപ്പ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കണം? അവിടെ പ്രഷർ ആയിരിക്കണം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് θ1 എന്നുള്ള ആംഗിൾ കിട്ടും, ഇവിടെ നമ്മൾക്ക് എന്ത് കിട്ടും? θ2 എന്ന് കിട്ടും. വിച്ച് മീൻസ് സ്ലോപ്പ് ഓഫ് 1 ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് 2 അല്ലേ? ആണല്ലോ. സോ സ്ലോപ്പ് കൂടുതലാണ് എങ്കിൽ നിങ്ങൾക്കറിയാം ഡിനോമിനേറ്ററിൽ വാല്യൂ എന്താകണം? കുറവായിരിക്കണം അല്ലേ? വിച്ച് മീൻസ് P1 മസ്റ്റ് ബി ലെസ് ദാൻ എന്തായിരിക്കണം? P2 ആയിരിക്കണം, ശരിയല്ലടാ? ആണല്ലോ. സോ നമുക്ക് എന്തിലോട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും? ഓപ്ഷൻ 2 എത്താൻ പറ്റും. നിജിൽ മുഹമ്മദ്, നവ്യ, ഋഷികേഷ്, ഹജീസ്, നിഷാൽ, ആനന്ദ്, കറക്റ്റാണ് മക്കളെ, കറക്റ്റായിട്ടുള്ള കൺക്ലൂഷനാണ്, വളരെ വളരെ കറക്റ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. സോ സമയം കളയുന്നില്ല, അടുത്തതിലോട്ട് പോകാം മക്കളെ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവല്ലേ? ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സംശയമൊന്നുമില്ലല്ലോ? കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുമോ പ്ലീസ്? ഓക്കെ ഡാർവിൻ, ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് തരണം കേട്ടോ മക്കളെ. അടുത്ത ക്വസ്റ്റിനോട്ട് വന്നേ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇത് അത്യാവശ്യം കാൽക്കുലേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ. എ വെസൽ കണ്ടെയ്ൻസ് 16 gram ഓഫ് ഹൈഡ്രജൻ ആൻഡ് 128 gram ഓഫ് ഓക്സിജൻ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് STP. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വോളിയം ഓഫ് ദ വെസൽ ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ് എത്രയാണെന്നാണ് ചോദ്യം. ആണല്ലോ, ക്ലിയർ അല്ലേ? സോ നമ്മൾക്കിവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് മക്കളെ? 16 gram ഓഫ് ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ 128 gram ഓഫ് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലേ? നമുക്ക് ആ ഒരു കണ്ടീഷനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമേ. STPയിൽ 1 mole ഓഫ് എ ഗ്യാസ് എത്രയാണ്? 1 mole ഓഫ് ഗ്യാസ് എത്രയായിരിക്കും വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത്? 22.4 ലിറ്റർ ഒക്യുപ്പൈ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് നമ്മുടെ ആൻസറിലോട്ട് എത്തേണ്ടതെന്നുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് ദ വെസലാണ്, ശരിയല്ലേ? ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ വോളിയം എത്ര ആയിരിക്കുമോ അല്ലേടാ മക്കളെ? അത് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? വെസലിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ശരിയാണല്ലോ? സോ 1 mole ഓഫ് എ ഗ്യാസ് പൊസസ് 22.4 ലിറ്റർ എന്നുള്ള കാര്യം നമ്മൾക്കറിയാം, ശരിയല്ലേ? വിച്ച് മീൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ എത്ര മോൾസ് ഉണ്ട് എന്ന് നോക്കുക. ആദ്യമേ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് മക്കളെ? 16 gram അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ NO എന്ത് എഴുതാൻ പറ്റും ഇവിടെ? 16/2 എന്ന് വരും, ശരിയല്ലേ? അത് എത്ര മോൾ ഉണ്ടാകും? 8 moles കാണും. അതുപോലെ തന്നെ മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണേ, എഴുതിയത് മാറിപ്പോയി. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ്റെ എത്ര മോൾസ് ആണ് പ്രസന്റ് എന്ന് നോക്കണം. അത് എത്രയാടാ? 128 ഡിവൈഡഡ് ബൈ എന്ത് വരും? 32 എന്ന് വരത്തില്ലേ? അത് എത്ര ആയിരിക്കും ഉണ്ടാകുക? 4 moles കാണും. സോ ടോട്ടൽ എത്ര മോൾ വന്നു മക്കളെ? ടോട്ടൽ എന്ന് പറയുന്നത് 8 + 4 moles ആണ് ഇവിടെ ഉള്ളത്, ശരിയാണല്ലോ? വിച്ച് മീൻസ് എത്ര വന്നു? 12 moles എന്ന് വന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം എത്ര വന്നടാ? 12 ഇൻറ്റു അല്ലേ 22.4 liters ആണല്ലോ. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾക്കറിയാവുന്ന കാര്യമാണ് 1 liter എന്ന് പറയുന്നത് 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺക്ലൂഷനോട്ട് എത്തുമ്പോൾ എത്ര വരും ഇവിടെ? ഇതെന്ന് പറയുന്നത് ഓക്കെ. സോ ഇത് നമ്മൾ കാൽക്കുലേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും വി ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് ആസ് 268.8 × 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, അതിനെ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 27 അല്ലേ? 27 × 10⁻⁴ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നായിരിക്കും വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾക്ക് കിട്ടുക.
ഓക്കെ അല്ലേ? അനന്തു മധു കറക്റ്റാണ്. സേനു കറക്റ്റാണ്. ഓക്കെ, രാകേഷ് പി ആർ കറക്റ്റാണ്. നിജിൽ മുഹമ്മദ് കറക്റ്റാണ്. മക്കളെ ഇതിനകത്ത് ഡൗട്ട് വല്ലതും ഉണ്ടോ? ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത എന്താണ് നമ്മളോട് പറയുന്നത്? ശ്രദ്ധിക്കുക. ഇതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് 2 ഗ്യാസിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അത് പൊസസ് ചെയ്യുന്ന വോളിയം എസ് ടി പിയിലാണ് ചോദിക്കുന്നത്. സോ എസ് ടി പിയിൽ 1 മോൾ ഓഫ് എ ഗ്യാസ് പൊസസ് ചെയ്യുന്ന വോളിയം എത്രയാണെന്ന് നമ്മൾക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ സാമ്പിൾ ഓഫ് മിക്സർ ഓഫ് ഗ്യാസ് എത്രയാണെന്ന് നോക്കി. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, ലൈക്ക് 1 മോൾ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് ഫൈനലി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മോൾസ് ഓഫ് ഗ്യാസ് പ്രസൻറ്റ് എത്രയാണ്, ആ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്മുടെ കയ്യിൽ ഉള്ളത് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ കറസ്പോണ്ടിങ് വോളിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, സോ വോളിയം ഓഫ് ദി ഗ്യാസ് പ്രസൻറ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് കണ്ടെയ്നർ ആണ്. ആ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് കണക്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ഈ ക്വസ്റ്റിനകത്ത് ചെറിയൊരു ലാസ്റ്റ് നമ്മൾ ചെയ്ത ആ ക്വസ്റ്റ്യൻ്റെ ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ മിക്സർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹാസ് എ വോളിയം ഓഫ് 2000 സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് മിക്സറിൻ്റെ വോളിയമാണ് നമ്മൾക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ടെമ്പറേച്ചർ ഈസ് എത്രയാണ് മക്കളെ? 300 കെൽവിൻ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പ്രഷർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 100 കിലോ പാസ്കൽ പ്രഷറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിക്സറിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.76 ഗ്രാമാണ്. ഓക്കെ, ഫൈൻ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ടു നമ്പർ ഓഫ് മോൾ ഓഫ് എന്താണ് ഓക്സിജൻ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കളെ? തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? നമ്മൾക്ക് വോളിയം തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? വോളിയം എന്ന് പറയുന്നത് 2000 സെൻറ്റിമീറ്റർ ക്യൂബാണ് അല്ലേടാ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിൻ ആണ്. ശരിയല്ലേ? അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? പ്രഷർ എന്ന് പറയുന്നത് 100 കിലോ പാസ്കലാണ്. 100 കിലോ പാസ്കൽ എന്ന് പറയുമ്പോഴത്തേക്കും 10⁻³ പാസ്കൽ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 0.76 ഗ്രാമാണ്. ഓക്കെ, സോ ഈ ഡേറ്റ എല്ലാം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ആൻസറിലോട്ട് എത്താനുള്ള ഇക്വേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകും. കാരണം ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ യൂസ് ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ നമുക്കറിയാവുന്ന കാര്യമാണ് മക്കളെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി ഈക്വൽ ടു എന്ത് വരണം അവിടെ? പി വി ഈക്വൽ ടു മ്യൂ ടൈംസ് ആർ ഇൻറ്റു ടി എന്ന് വരണം. ശരിയല്ലേ? ഇവിടെ നിന്ന് നമ്മൾ മ്യൂവിലോട്ട് എത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മ്യൂവിലോട്ട് എത്താനായിട്ട് മ്യൂ ഈസ് ഈക്വൽ ടു, നോക്കിക്കുക മക്കളെ, പി വി അപ്പോൺ ആർ ഇൻറ്റു ടി എന്ന് വരും. ശരിയല്ലേ? ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പീൻ്റെ വാല്യൂ എത്രയാണ്? പീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ടൈംസ് 10⁻³ വോളിയം എത്രയാണ് മക്കളെ? 2000 ഇൻറ്റു അല്ലേ 2000 ഇൻറ്റു 10⁻⁻6 വരും. ഓൾ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 അല്ലേ. ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? 300 കെൽവിൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മ്യൂവിൻ്റെ വാല്യൂ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0.08 എന്നായിരിക്കും. സോ ദിസ് ഗീവ്സ് ദ ടോട്ടൽ മോൾസ് ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഓവർ ഹിയർ. അതായത് എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ എത്ര മോൾ ഓഫ് ഗ്യാസ് ആണ് ഈ മിക്സറിലുള്ളത് എന്നതിൻ്റെ കൗണ്ടാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഓഫ് ഹൈഡ്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾ ഓഫ് ഓക്സിജൻ അല്ലേ. സോ മ്യൂ സഫിക്സ് എച്ച് പ്ലസ് മ്യൂ സഫിക്സ് ഒ ആണല്ലോ, ഈക്വൽ ടു എന്തെന്ന് വന്നടാ? എന്തെന്ന് വന്നു പറഞ്ഞേ? എത്രയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്? 0.08 എന്നല്ലേ ആണല്ലോ. ഓക്കെ അല്ലേ മക്കളെ? ഫൈൻ. ഇനി ശ്രദ്ധിക്കുക,
നമുക്ക് തന്നിട്ടുള്ള മാസിൻ്റെ കാര്യമുണ്ടല്ലേ, നമുക്ക് മാസിനെ കുറിച്ച് റിലേഷൻ തന്നിട്ടുണ്ടല്ലോ. അതെന്താണ് തന്നിരിക്കുന്നത്, എത്രയാണ് നോക്കിക്കേ. ഈ പറയുന്ന ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 വരും. അതുപോലെ തന്നെ ഹൈഡ്രജന് എത്ര വരും, 32 എന്ന് വരും. ശരിയാണല്ലോ. അപ്പോൾ ടോട്ടൽ മാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടൈംസ് മ്യൂ സഫിക്സ് എച്ച് അല്ലേ, പ്ലസ് 32 ടൈംസ് മ്യൂ സഫിക്സ് ഒ എന്ന് പറയുന്നത് എത്ര വരണോടാ, 0. എത്ര വരും, 0.76 ഗ്രാം അല്ലേ, ആണല്ലോ. ഫൈൻ. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ലേ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രസൻറ്റ് ഇൻ ഹൈഡ്രജൻ ആസ് വെൽ ആസ് നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ഓക്സിജൻ ആണ്. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ മ്യൂ എച്ച് ഡിവൈഡഡ് ബൈ മ്യൂ ഒ, ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3/1. ക്ലിയർ ആണല്ലോ കുഞ്ഞുങ്ങളെ, ഓക്കെ അല്ലേ മക്കളെ, ഓക്കെ അല്ലേടാ? ഹൃഷികേഷ് കറക്റ്റാണ്. നിജിൽ മുഹമ്മദ് കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിരിക്കുന്നു. നിജിൽ മുഹമ്മദ് കറക്റ്റ് ആൻസർ ആണ്. ബാക്കി എല്ലാവരുടെ സ്റ്റാറ്റസ് എന്താ? ഹെൻറി ഓക്കെ മക്കളെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, എയ്സൺ, ആനന്ദ്, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ബൈ മിസ്റ്റേക്ക് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. അല്ല, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചേ. എ മിക്സർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ has a volume equal to 500 centimeter cube and temperature is 300 Kelvin. Pressure maintained is 400 kilopascal and the total mass of the mixture is again 0.76 gram. ഇത്തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് മാസ് ഓഫ് ഓക്സിജൻ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോ ടോട്ടൽ മാസ് ഓഫ് ഓക്സിജൻ ടു ടോട്ടൽ മാസ് ഓഫ് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഹൈഡ്രജൻ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഒരു മിനിറ്റത്തെ ഗ്യാപ്പ് തരാം. ഒന്ന് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിക്കേ. ടൈമർ ഓൺ ആണേ മക്കളെ, ടൈമർ ഓൺ ആണ്. ഒരേ 1 മിനിറ്റത്തെ സമയമുള്ളൂ. പെട്ടെന്ന് പോരട്ടെ ആൻസറിലോട്ട്. ഒരേ 1 മിനിറ്റ് സമയം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് എത്തി എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അവിടെ നമ്മൾ NH അപ്പോൺ NO എടുത്തെങ്കിൽ ഇവിടെ നമ്മൾക്ക് എടുക്കേണ്ടത് സ്മോൾ ലെറ്റർ MH അപ്പോൺ MO ആണ്, അല്ലെങ്കിൽ MO അപ്പോൺ MH ആണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. സേനു ഞാൻ ആ കമൻറ്റ് കണ്ടു. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതിലോട്ട് വരുന്നു കേട്ടോ. ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും പറയും, തീർച്ചയായിട്ടും നമ്മളെത്തും. അതെ സേനു കറക്റ്റാണ്, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. സോ ലൈക്ക് സേനു, ഇഫ് ദിസ് ടൈം യു ക്യാൻ ഈസിലി ഗെറ്റ് ടു ദ ആൻസർ. സെയിം അപ്രോച്ച് തന്നെയാണ് മോളെ ലാസ്റ്റ് ക്വസ്റ്റിനകത്ത് നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചോദിച്ചിരിക്കുന്നു, മാസിൻ്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നു എന്നുള്ളൂ. സോ ഒരു സ്റ്റെപ്പ് കൂടെ കടന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. സോ സേനുവിന് ഇത്തവണ ഈ ഒരു ക്വസ്റ്റിനിൽ ആൻസറിലോട്ട് എത്താൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ക്വസ്റ്റിനും എത്തിയിരിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ഓക്കെ, മറ്റൊന്നുമല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മോളെ, ഇവിടെ എന്താണ്, നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ, ആണല്ലോ. 2 ഇക്വേഷൻ ഉണ്ട്, 2 അൺനോൺസ് ഉണ്ട്. സോൾവ് ചെയ്ത് വെച്ചാൽ മതി. ലൈക്ക് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, ആൻസറിലോട്ട് എത്താൻ പറ്റും. മ്യോ കിട്ടും അല്ലേ, ആണല്ലോ. മ്യോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളത്തെ റിലേഷൻ ഉണ്ട്, അതിനകത്തൊന്ന് മ്യോ വെച്ച് കിട്ടും. ശരിയല്ലേ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. സോ നമ്മൾ
തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്? വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് വോളിയം? വോളിയം എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 500 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 300 കെൽവിൻ്റെ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ എത്രയാണ് പ്രഷർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 400 കിലോ പാസ്കലാണ്. 400 കിലോ പാസ്കൽ മീൻസ് 400 ഇൻറ്റു 10⁻³ പാസ്കലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.76 ഗ്രാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താണ് ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത്? ആസ് യൂഷ്വൽ PV ഈക്വൽ ടു എന്താക്കുക? μRT എന്നുള്ള റിലേഷൻ ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം മക്കളെ? മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് PV ഡിവൈഡഡ് ബൈ R ഇൻറ്റു T ആയിരിക്കും. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത് 400 ഇൻറ്റു 10⁻³ വോളിയം എന്ന് പറയുന്നത് 500 ഇൻറ്റു 10⁻⁻6 ഓൾ ഡിവൈഡഡ് ബൈ അല്ലേടാ? ശരിയാണല്ലോ. ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം 8.314. ഓക്കെ, ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 300 കെൽവിൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ എന്ത് കിട്ടും? മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് 2/25 എന്നായിരിക്കും. ആണല്ലോ? ശരിയല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഫൈൻ. അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അടുത്തതായിട്ട് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് μH അല്ലേ? μH എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഓഫ് ഹൈഡ്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾ ഓഫ് ഓക്സിജൻ പ്രസൻറ്റ് ഓവർ ഹിയർ. എത്ര വരണം അവിടെ? 2/25 എന്ന് വരണം. ശരിയല്ലേ? ആണല്ലോ? ഇനിയും അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി. μH upon μ ഈക്വൽ ടു എന്ത് വന്നു? 2/25 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ട് എന്താണുള്ളത്? നമ്പർ ഓഫ് ടോട്ടൽ ഇവിടെ മോളിൻ്റെ റിലേഷൻ നമുക്കറിയാം. ടോട്ടൽ മാസ് അപ്പോൺ അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ഹൈഡ്രജൻ അപ്പോൺ മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ ആണല്ലോ. പ്ലസ് അടുത്തെന്ത് വരണം? MO ഡിവൈഡഡ് ബൈ MH മാസ് അപ്പോൺ മോളാർ മാസ് ഡിവൈഡഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? 2/25 എന്ന് വന്നില്ലേ? മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ മാസ് ഓഫ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഫൈൻ. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? അടുത്തത് മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ MH വരും അല്ലേ? സോ 2/25 എന്ന് വന്നല്ലോ. ഓക്കെ അല്ലേടാ? ഫൈൻ. ഇനിയും നമ്മൾക്ക് ടോട്ടൽ മാസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ടോട്ടൽ മാസ്? നമുക്കറിയാം. സോ ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്തോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. MH ഡിവൈഡഡ് ബൈ അല്ലേ? ഇത് എത്ര വരണം? ഹൈഡ്രജൻ്റെ 2 വരണ്ടേ? MO ഡിവൈഡഡ് ബൈ MHൻ്റെ വാല്യൂ എത്രയായിരിക്കണം വരേണ്ടത്? സോ ഇത് O ആണല്ലോ. ശരിയല്ലേ? ഇത് എത്ര വരണം? 32 എന്ന് വരണം അല്ലേ? ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 2 എന്ത് വന്നു? 25 എന്ന് വന്നല്ലോ. ശരിയല്ലേ? ഇനി നമ്മൾക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻഫോർമേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മക്കളെ? മാസ് ഓഫ് ഹൈഡ്രജൻ പ്രസൻറ്റ് ഓവർ ഹിയർ പ്ലസ് മാസ് ഓഫ് ഓക്സിജൻ പ്രസൻറ്റ് ഓവർ ഹിയർ എത്ര വരും? 0.76 ഗ്രാം എന്ന് വരും. ഇതെല്ലാം ഗ്രാമിലായിട്ടാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, സോ ഇതിനെ എന്ത് ചെയ്യുക? ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എഗെയിൻ 2 ലീനിയർ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 ലീനിയർ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ MO upon MH എന്നുള്ളത് 16/3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? സംശയം വല്ലതും ഉണ്ടോടാ? ക്ലിയർ അല്ലേ എവരി വൺ? ക്ലാസ് ക്ലിയർ അല്ലേ? റെസ്പോൺസിൻ്റെ കാര്യം മറക്കരുത്. കുഴപ്പമില്ല ഡാർവിൻ, അത് ഇറ്റ്സ് ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഹെൻറി സർ, ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസെപ്റ്റ് പറയുമോ? തീർച്ചയായിട്ടും പറയും. ഇപ്പം നമ്മൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലോട്ട് വരും. അതിനുശേഷം സ്പെസിഫിക് ഹീറ്റ് അതിൻ്റെ ടേമിലോട്ട് വരുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ തെർമോഡൈനാമിക്സിലോട്ട് പോകുന്നത് കേട്ടോ. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ കൺസെപ്റ്റ് തീർച്ചയായിട്ടും പറയും. അതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ? VRMSനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മീൻ ഫ്രീ പാത്തിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിലാക്സേഷൻ ടൈമിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒട്ടും ബോധറാകേണ്ട കാര്യമില്ല.
ശ്രദ്ധിച്ചേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് വരിക മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണ് പറയുന്നത് നോക്കുക. A cylinder contains volume of 4 into cylinder contains a volume of എത്രയാണ് 4 into 10 to power minus 3 meter cube, contains 1 mole of hydrogen and 2 mole of carbon dioxide. Assume the temperature of the mixture is 400 Kelvin. The pressure of the mixture of the gas is എത്രയാണെന്നാണ് ചോദ്യം. Pressure of the mixture of the gas is എത്രയാണെന്ന് ഹെലികോപ്റ്റർ എൻജിൻ തകർക്കണമെന്നോ മനസ്സിലായില്ല ഡാർവിനെ. ഓക്കെ ഫൈൻ. അപ്പം ശ്രദ്ധിക്കുക, നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഗിവൺ വാല്യൂസ് എല്ലാം ഒന്ന് എടുത്ത് നോക്കിയാൽ മക്കളെ. ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വി എത്രയാണ് 4 into 10 to power minus 3 meter cube. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? 400 Kelvin ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ആണല്ലോ. നൗ നമ്പർ ഓഫ് മോൾ ഓഫ് ഹൈഡ്രജൻ പ്രസൻറ്റ് ഓവർ ഹിയർ എത്രയാണ്? നമ്പർ ഓഫ് മോൾ ഓഫ് ഹൈഡ്രജൻ പ്രസൻറ്റ് എന്ന് പറയുന്നത് 1ഉം അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഓവർ ഹിയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 മോളാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എത്ര വന്നു? മ്യൂ എന്ന് പറയുന്നത് 2 + 1 അതായത് 3 എന്ന് വന്നു. ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് പ്രസൻറ്റ് ഓവർ ഹിയർ എന്ന് പറയുന്നത് എത്ര വന്നു? 3 എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശരിയല്ലേ? ഇനി നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്താണ്? PV = μRT. മനസ്സിലായല്ലോ? ആൻസറിലോട്ട് നമുക്ക് എങ്ങനെ എത്തണമെന്ന് മനസ്സിലായല്ലോ? PV = μRT. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രഷർ കണ്ടുപിടിക്കാനല്ലേ? ആൻസറിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ P = എന്ത് വന്നടാ? P = μRT ഡിവൈഡഡ് ബൈ V എന്ന് വന്നില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ നമ്മൾക്കറിയാം 3 ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്രോക്സിമേഷനിൽ 25/3 എന്ന് എഴുതാൻ പറ്റും അല്ലേടാ. ടെമ്പറേച്ചർ എത്രയാണ്? 400 Kelvin ആണ് ടെമ്പറേച്ചർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുപോലെ വോളിയം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? വോളിയം എന്ന് പറയുന്നത് 4 into 10 to power -3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആണല്ലോ മക്കളെ. അപ്പം നിങ്ങൾ നോക്കുക, 3ഉം 3ഉം ഇവിടുന്ന് കട്ടായി പോകും, 4ഉം 4ഉം കട്ടാവും അല്ലേടാ. സോ 25 into 10 to power 2 into 10 to power 3 എന്ന് വരും ആണല്ലോ. ദിസ് ഈസ് 25 into 10 to power 5 എന്ന് വന്നില്ലേ. സോ അപ്രോക്സിമേറ്റ്ലി 25 into 10 to power 5 എന്ന ആൻസറിലോട്ട് എത്തിയിരിക്കുകയാണ്, വിച്ച് ഈസ് ക്ലോസ് ടു ഓപ്ഷൻ നമ്പർ C. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 24.9 into 10 to power 5 എന്ന ഓപ്ഷൻ സിയിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റും. ഓക്കെ മോനെ, സോറി ഞാൻ എഴുതിയത് മാറിപ്പോയതാണ് കേട്ടോ. 2 + 1. താങ്ക് യു അനന്തു മധു, എഴുതിയത് മാറിപ്പോയതാ മോനെ. 2 + 1 കേട്ടോ. 2 + 1 സോറി അത് എഴുതിയപ്പം തെറ്റിപ്പോയതാണ് കേട്ടോ. മക്കളെ ക്ലിയർ അല്ലേ? കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഡാർവിൻ കറക്റ്റ് ആൻസർ പറഞ്ഞു, നവ്യ കറക്റ്റ് ആൻസർ പറഞ്ഞു, രാകേഷ് PR കറക്റ്റ് ആൻസർ പറഞ്ഞു, ആനന്ദ് R കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. ആനന്ദ് മധുവിന് വീണ്ടും ഒരു താങ്ക്സ് ഞാൻ പറയുന്നു. ഓക്കെ മക്കളെ, ക്രിസ്റ്റൽ ക്ലിയർ ഹെൻറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഓക്കെ ശ്രദ്ധിക്കുക മക്കളെ. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിനകത്ത് ഇച്ചിരി ഒരു കാൽക്കുലേഷൻ ട്രിക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇനിഷ്യലി എ ഗ്യാസ് ഓഫ് ഡൈആറ്റമിക് മോളിക്യൂൾ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ സിലിണ്ടർ ഓഫ് വോളിയം V1 at a pressure of P1 and temperature of 250 Kelvin. Assuming that 25% of the molecules get dissociated, causing a change in number of moles. 25% molecules ആണ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. നൗ അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇതിനെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് ഞാൻ അതായത് കാൽക്കുലേഷനോട്ട് എങ്ങനെ എത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ കയ്യിൽ 4 പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക.
4 പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിനകത്ത് 50 അതായത് ഇപ്പം 4 ഡയാറ്റമിക് മോളിക്യൂൾ ആണുള്ളത്. ഇനിയും ഇതിൻ്റെ 50% ഓഫ് ദ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ സ്പ്ലിറ്റായിട്ട് എന്ത് ചെയ്തു, ഈ 2 ആറ്റമായിട്ട് മാറി എന്നാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് ഇപ്പോൾ മൊത്തം? 1 2 അല്ലേ? ഇനിയും ഇവരുടെ സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എത്രയായി? കണ്ടോ, 6 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യനിലോട്ട് പെട്ടെന്ന് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഫൈൻ. അപ്പം ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ മക്കൾ. നൗ നമ്മൾ എവിടെയാണ് നിർത്തിയത്? 25% ഓഫ് ദ മോളിക്യൂൾ ഗെറ്റ് ഡിസോസിയേറ്റഡ് കോസിങ് എ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. നൗ ദ പ്രഷർ ഓഫ് ദ റിസൾട്ടിംഗ് ഗ്യാസ് അറ്റ് ടെമ്പറേച്ചർ 2000 Kelvin when contained in a volume of 2V1 ഈസ് ഗിവൺ ബൈ എത്രയാണ്? P2 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ P2/P1 എത്രയാണെന്നാണ് ചോദ്യം. സോ മക്കൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഒരു പർട്ടിക്കുലർ സെറ്റപ്പ്, അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് V1 ആണ്, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 250 Kelvin ആണ്. ഇനി ഈ നമ്മൾക്ക് തന്നിട്ടുള്ള സാമ്പിളിൻ്റെ 25% മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തു പോയതിന് ശേഷം അതേ സാമ്പിൾ, ഐ മീൻ ദ സെയിം എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് നൗ കെപ്റ്റ് അണ്ടർ എ ടെമ്പറേച്ചർ ഓഫ് 200 Kelvin ആൻഡ് the volume allotted for the sample is now 2V1 ആണ്. ഓക്കെ, നൗ ആ ഒരു കണ്ടീഷനിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു? P2 പ്രഷറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ പ്രഷർ വാല്യൂ P2/P1ൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സോ നമ്മൾക്കിതിൻ്റെ ആൻസർ പാർട്ടിലോട്ട് പോകാം. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ, അതായത് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യനിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ആദ്യമേ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതുക. സോ ഇനീഷ്യൽ കണ്ടീഷനിൽ എനിക്ക് പറയാൻ പറ്റും P1V1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? mu ടൈംസ് R ഇൻറ്റു T1 ആയിരിക്കും. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ, ഇനിയും അടുത്തതിലോട്ട് നോക്കിയാൽ മക്കളെ. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ P2 അല്ലേ ഇൻറ്റു V2 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? V2 എന്ന് പറയുന്നത് എന്ത് വരും? 2 ടൈംസ് V1 ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് mu1 ആയിട്ട് എടുക്കുന്നു. അതുപോലെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? mu2 ടൈംസ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. R ഇൻറ്റു എന്തെന്ന് വരും? T2 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? P1/, അല്ലേ, 2 ടൈംസ് P2 ഈസ് ഈക്വൽ ടു mu1/mu2 ഇൻറ്റു T1/T2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? നവ്യ അല്ല, നിജിൽ മുഹമ്മദ്. നിജിലിൻ്റെ ആൻസർ കറക്റ്റാണ്. ഓക്കെ, നിജിലിൻ്റെ ആൻസർ കറക്റ്റാണ്. അതുപോലെ തന്നെ നവ്യ കറക്റ്റാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അപ്പോൺ അവഗാഡ്രോ നമ്പർ. അതെത്രയാണ്? അതെന്ന് പറയുന്നത് mu അല്ലേ? ആണല്ലോ. ഫൈൻ. സോ നമ്മൾ ഈ സാമ്പിളിൻ്റെ കേസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ സ്പ്ലിറ്റ് ആയി പോയതിന് ശേഷം, സോ നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന വാല്യൂ n ആണ് എങ്കിൽ സ്പ്ലിറ്റ് ആയതിന് ശേഷം അവിടുത്തെ കേസ് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? 5/4 ടൈംസ് അല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് മാറിയിട്ടുണ്ട്. 5/4 ടൈംസ് n അപ്പോൺ NA എന്ന് പറയുന്നത് എന്തായിരിക്കും? mu2 എന്ന് വരും. ശരിയാണല്ലോ. വിച്ച് മീൻസ് mu2 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? mu2 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 5/4 ടൈംസ് എന്തായിരിക്കണം? mu ആയിരിക്കണം. ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു റിലേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരും? ഇവിടെ ഇതുണ്ടോ? ഈ റിലേഷൻ ഇവിടെ കിടക്കട്ടെ. ഫൈൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇതിനകത്ത് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഫൈനൽ ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ടത് P2/P1 അല്ലേ. സോ ഈ ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ എടുക്കുക. സോ ഈ ഇക്വേഷൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ എടുത്ത് എന്ത് വരും? 2 ടൈംസ് P2/P1 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു mu2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? mu2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/4 ടൈംസ് mu1 അല്ലേ. ആണല്ലോ. 5/4 ടൈംസ് mu1 ആണ്. T2 അപ്പോൺ അല്ലേ mu1 ഇൻറ്റു എന്ത് വരും? T1 എന്ന് വരും. mu1ഉം കട്ടായിക്കോളും. നമുക്ക് വേണ്ടത് P2/P1 അല്ലേ മക്കളെ? ആണല്ലോ. സോ P2/P1 ഈസ് ഈക്വൽ ടു 5/4 ഇൻറ്റു 2
മൾട്ടിപ്ലൈഡ് ബൈ T2 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2000 ആയിരുന്നു അല്ലേ? T1 എന്ന് പറയുന്നത് എത്രയായിരുന്നു മക്കളെ? T1 എന്ന് പറയുന്നത് 250 അല്ലേ? ആണല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ പറയുന്നത് 250 × 2 എന്ന് പറയുന്നത് 250 × 4 എന്ന് പറയുന്നത് 1000 ആവും. 1000 ക്യാൻസൽ ആയി പൊക്കോളും അല്ലേടാ മക്കളെ? ഫൈൻ. ഇനി ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്. 2 2 ക്യാൻസൽ ആകും. വിച്ച് മീൻസ് P2 ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്നത് എന്ത് വന്നു? P2 ഡിവൈഡ് ബൈ P1 എന്ന് പറയുന്നത് 5 കിട്ടി. ഋഷികേഷ് കറക്റ്റ് ആണ്, നിജിൽ കറക്റ്റ് ആണ്. ബാക്കിയുള്ളവരെല്ലാവരും ആൻസറിലോട്ട് എത്താൻ വൈകിയവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാനിത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന്? മക്കളെ ഓക്കെ അല്ലേ? ഹെൻറി, ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി മക്കളെ? ഓക്കെ അല്ലേടാ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. രാകേഷ്, സേനു, ഋഷികേഷ് മനസ്സിലായി. ഓക്കെ. ABCD. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ഇറ്റ്സ് റിയലി എ ഗുഡ് വൺ. The change in magnitude of volume of an ideal gas when a small additional pressure delta P is applied at constant temperature is same as the change when the temperature is reduced by a small quantity delta T at constant pressure. Okay, ശ്രദ്ധിക്കണം. ഡെൽറ്റ പി പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ചെയ്തപ്പോഴുള്ള ചേഞ്ച് ഇൻ വോളിയവും അതുപോലെ തന്നെ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്തപ്പോൾ ഉള്ള ചേഞ്ച് ഇൻ വോളിയം എന്താണെന്നാണ് പറയുന്നത്? സെയിം ആണ് എന്ന് പറയുന്നു. ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് വെയർ 300 Kelvin and 2 atmosphere respectively. Okay, if delta T equal to C times delta P, then the value of C എത്രയാണ് എന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മളിവിടെ 2 ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത് മക്കളെ? ഒന്നാമത്തെ ചേഞ്ച് നടക്കുന്നത് ഡെൽറ്റ പി ചേഞ്ച് നടത്തുന്നു അല്ലേ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. at constant temperature ആണല്ലോ. ഇനിയും നമ്മൾ അടുത്ത എന്താണ് ചെയ്യുന്നത്? a small change in temperature is being done, that is delta T, and that is at constant pressure. ഓക്കെ, ഈ രണ്ട് കേസിലെയും ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത്, അതായത് മീൻസ് ഡെൽറ്റ V1 ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ V2 ആയിരിക്കും. ഓക്കെ, നൗ അവിടെ ഒരു റിലേഷൻ പറയുന്നു. ഇഫ് ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതായത് T1 ഈസ് ഈക്വൽ ടു 300 കെൽവിനും അതുപോലെ തന്നെ P1 എന്ന് പറയുന്നത് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ് എങ്കിൽ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി എന്ന് പറയുന്നത് C ടൈംസ് മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. C ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ പി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ, അതായത് നമ്മൾക്ക് ഈ തന്നിട്ടുള്ള റിലേഷനകത്ത് സീൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? മക്കളെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നതെന്ന്? അങ്ങനെ നിജിൽ മുഹമ്മദ് കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. നിജിൽ മുഹമ്മദ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് സമയം തരാം കേട്ടോ. 1 മിനിറ്റ്. ബാക്കിയുള്ളവരോട് ഒന്ന് ട്രൈ ചെയ്യുക. നിജിൽ ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഉള്ളവരൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ്.
ഡാർവിൻ കറക്റ്റാണ്. സമയം കഴിയുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ, നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ട് റിലേഷൻ. ഒന്നാമത് പ്രഷർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു, കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു അല്ലേ? ആണല്ലോ. പ്രഷർ കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ രണ്ടാമത്തിനകത്ത് എന്തായിരുന്നു? ഒന്നാമത്തിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റും രണ്ടാമത്തിനകത്ത് പ്രഷർ കോൺസ്റ്റൻറ്റുമാണ്. ഓക്കെ, സോ നമ്മൾക്ക് ആദ്യമേ ഈ റിലേഷൻഷിപ്പ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. സോ നമുക്കറിയാവുന്ന കാര്യമാണ് പി വി ഈക്വൽ ടു, ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. പി വി ഈക്വൽ ടു എന്ത് വരണം ഇവിടെ? പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. ഓക്കെ, ഇതിനകത്ത് ആദ്യമേ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസ് എടുത്ത് നോക്കുക. Why no happy? I couldn't get it, man. So PV equal to mu RT. Okay, so ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻ ഒന്ന് എടുത്ത് നോക്കിയേ. P into delta V plus V into delta P. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലേ, എന്ത് വരും? 0 എന്ന് വരും. സോ ഈ റിലേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ P into delta V ഈസ് ഈക്വൽ ടു V into delta P എന്ന് വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വിൻ്റെ വാല്യൂ എന്ത് വരും മക്കളെ? ഡെൽറ്റ വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V ടൈംസ് ഡെൽറ്റ P ഡിവൈഡഡ് ബൈ പി എന്ന് വരും. ആണല്ലോ, ശരിയല്ലേ? ഇനി അടുത്ത റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ ഇതാണ് ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത്. ഏത്? വെൻ ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലോട്ട് വന്നേ. അടുത്ത ക്വസ്റ്റിനോട്ട് വരികയാണെങ്കിൽ, അടുത്ത കേസ് പറയുന്നത് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസ് ആയിരുന്നു അല്ലേ? സോ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ നിങ്ങൾ നോക്കിയാൽ മക്കളെ, P into delta V plus V into delta P equals to mu times R into delta T എന്ന് പറയണ്ടേ? സോ പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്തായി പോകും? ഈ ടേം 0 ആയി പോകും അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? സോ വിച്ച് മീൻസ് ഡെൽറ്റ വി ഈക്വൽസ് ടു എന്ത് വരും മക്കളെ? mu ടൈംസ് R ഡെൽറ്റ T ഡിവൈഡഡ് ബൈ P എന്ന് വരും. ഓക്കെ ആണല്ലോ. ഋഷികേഷ് കറക്റ്റ് ആണ്. ഡാർവിൻ കറക്റ്റ് ആൻസർ പറഞ്ഞു. അനന്തു, മധു കറക്റ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. നിജിൽ എത്തിയിട്ടുണ്ട്. ഗ്രേറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കേസിലെയും ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് സെയിം ആണെന്നല്ലേ? സോ ആ ഒരു റിലേഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും മക്കളെ? വി ഇൻറ്റു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടൈംസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? പി എന്ന് വരും. ആണല്ലോ. വിച്ച് മീൻസ് ഞങ്ങൾക്ക് ഇവിടെ അറിയാം പിയും കട്ടായി പോകും. എന്തായി നമ്മൾക്ക്? വി ഇൻറ്റു ഡെൽറ്റ പി അല്ലടാ, വി ഇൻറ്റു ഡെൽറ്റ പി ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടൈംസ് ആർ ഇൻറ്റു എന്തെന്ന് തോന്നുന്നു? ഡെൽറ്റ ടി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു അല്ലേ? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? വി ഇൻറ്റു ഡെൽറ്റ പി ഓൾ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ആർ എന്ന് തോന്നുന്നു. ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ സോ നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റിലേഷൻ ഇതാണ്. സോ ഞാനിതൊന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. ഓക്കെ ലെറ്റ്സ് ഡു ലൈക്ക് ദിസ്. സോ നോക്കിയ മക്കളെ, നമ്മളിപ്പോൾ ഈ റിലേഷനാണ് എത്തി നിൽക്കുന്നത് അല്ലേ? ആണല്ലോ. ഫൈൻ. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഡെൽറ്റ. മക്കളെ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾക്കറിയാവുന്ന റിലേഷൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ പി. ഇത് എവിടെ നിന്ന് വന്നതാ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ആണല്ലോ. സോ നമ്മളതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റും മക്കളെ, നോക്കിക്കടാ, സി ഈസ് ഈക്വൽ ടു എന്തായി? ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. സി ഈസ് ഈക്വൽ ടു എന്തിലോട്ട് എത്താൻ പറ്റും? സി ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ മ്യൂ ടൈംസ് ആർ എന്ന് വന്നില്ലേ? ആണല്ലോ. സോ നമുക്കറിയാം പി വി
അല്ലേ കുഞ്ഞുങ്ങളെ? പി വി ഈക്വൽ ടു എന്താണ്? മ്യൂ ആർ ടി ആണ്. ശരിയാണല്ലോ? ഓക്കെ അല്ലേടാ? സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക? ഈ വി ഇൻ ദ റിലേഷനോട്ട് ഇട്ട് കൊടുക്കുക. സോ വി ഈക്വൽ ടു എന്തായി? വി ഈക്വൽ ടു മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ പി എന്ന് വന്നില്ലേ? സോ സി എന്ന് പറയുമ്പോൾ എന്ത് വന്നു മക്കളെ? സി എന്ന് പറയുമ്പോൾ വിൻ്റെ വാല്യൂ നമ്മുടെ എത്തിയിട്ടുണ്ട് മ്യൂ ആർ ടി അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ വിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കൂ, പി ഇൻറ്റു മ്യൂ ടൈംസ് എന്ത് വന്നു? ആർ ഇൻറ്റു ടി എന്ന് വന്നു. ആണല്ലോ? സോ ഇവിടെ നമ്മൾ ക്യാൻസലേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ടി ബൈ പി എന്ന് വരും അല്ലേ? എത്ര വന്നു? ടി ഡിവൈഡഡ് ബൈ പി. ടീൻ്റെ വാല്യൂ എത്രയായിരുന്നു? 300 അല്ലേ? ആണല്ലോ മക്കളെ? പി എന്ന് പറയുന്നത് എത്രയാണ്? പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 2 അറ്റ്മോസ്ഫിയർ ആണ്. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കെൽവിൻ പെർ അറ്റ്മോസ്ഫിയർ എന്നുള്ള റിലേഷൻ അവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാതിരുന്നത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര വന്നു മക്കളെ? 150 എന്ന ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളെ സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആയിരുന്നല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 9 എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 9 ക്ലിയർ അല്ലേ? നിജിൽ, ഹൃഷികേഷ്, ആനന്ദ്, മധു. ഓക്കെ ഫൈൻ. ഡാർവിൻ എഴുതിയത് എന്തെങ്കിലും തെറ്റിപ്പോയതാണോ? എനിക്ക് മനസ്സിലായില്ല. ഡാർവിൻ ആരാണല്ലേ? ഓക്കെ, എനിക്കത് മനസ്സിലായില്ല കേട്ടോ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എനിവേസ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ് മക്കളെ. ഇത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചെറുതായിട്ട് മെക്കാനിക്സുമായിട്ടൊരു കണക്ഷനും ഉണ്ട് ഈ ക്വസ്റ്റ്യന്. സോ ശ്രദ്ധിച്ചേ, എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ശ്രദ്ധിക്കുക. എ വെർട്ടിക്കൽ ക്ലോസ്ഡ് സിലിണ്ടർ ഈസ് സെപ്പറേറ്റഡ് ഇൻറ്റു 2 parts ബൈ എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഓഫ് മാസ് സ്മോൾ ലെറ്റർ m ആൻഡ് നെഗ്ലിജിബിൾ തിക്നെസ്. The piston is free to move along the length of the cylinder. Okay, the length of the cylinder above the piston is L1 and that below the piston is L2 such that L1 is greater than L2 എന്ന് പറയുന്നുണ്ട്. Each part of the cylinder contains n mole of an ideal gas. Okay, at equal temperature. That is very very important. At equal temperature. If the piston is stationary, the piston is stationary, which is not accelerating. Okay, its mass is m, will be given by. Okay, see, so ഈ ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഉള്ളത്. സോ അങ്ങനെയാണ് എങ്കിൽ ഈ പിസ്റ്റൻ്റെ മാസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു വെർട്ടിക്കൽ പിസ്റ്റൺ ഉണ്ട്. മക്കളെ ശ്രദ്ധിക്കണേ, ഒരു വെർട്ടിക്കൽ പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ആ വെർട്ടിക്കൽ ഒരു സിലിണ്ടർ ഉണ്ട്, വെർട്ടിക്കൽ സിലിണ്ടർ ഉണ്ട്. ആ വെർട്ടിക്കൽ സിലിണ്ടറിനകത്ത് നമ്മൾ ഒരു പിസ്റ്റൺ ഫ്രീ ആയിട്ട് വെക്കുന്നു. ദിസ് പിസ്റ്റൺ ഈസ് ഫ്രീ ടു മൂവ്, ഒരു ഫ്രിക്ഷനുമില്ല. ഓക്കെ, ലൈക്ക് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഈ തിക്നെസ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ പറയുന്ന ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് 2 ഗ്യാസ്, അതായത് ഇവിടെ എന്തുണ്ട്? ഒരു ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാസ് നമ്പർ 1 ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗ്യാസ് നമ്പർ 2 ഉണ്ട്. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഈ പിസ്റ്റണിൽ 2 പ്രഷറാണ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. സാമ്പിൾ 1ൻ്റെ ഡൗൺവേർഡ് പ്രഷറും അതുപോലെ തന്നെ സാമ്പിൾ 2ൻ്റെ അപ്വേർഡ് പ്രഷറും. സോ ഈ പറയുന്ന പിസ്റ്റണിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത് വെയ്റ്റ് പ്ലസ് ഒന്നാമത്തെ കോളത്തിൽ, അതായത് ചേംബർ നമ്പർ 1ലെ പ്രഷർ പ്ലസ് ഈ പിസ്റ്റണിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്ന എന്തായിരിക്കും? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ സെക്കൻഡ് സ്പെസിമെൻ ആയിരിക്കും. താഴെയുള്ള ഗ്യാസിൻ്റെ പ്രഷർ ആയിരിക്കും അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
ഈ സ്പെസിമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ ചേംബറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L1 ആണെന്നും രണ്ടാമത്തെ ചേംബറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L2 ആണെന്നും പറയുന്നുണ്ട്. ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് N ആണ്. ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? N തന്നെയാണ്. സോ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് എന്തായിട്ട് എടുക്കാം മക്കളെ? ക്യാപിറ്റൽ A ആയിട്ട് എടുക്കാം, വിച്ച് ഇസ് ഗോയിങ് ടു ബി കോമൺ ഫോർ ബോത്ത് ദ സ്പെസിമെൻ. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പിസ്റ്റൻ്റെ മാസ് എത്രയാണ് എന്നാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ സമയം തരാം. ഐ ആം ഗോയിങ് ടു ജസ്റ്റ് ഗീവ് യു 1 minute ടൈം. ഓക്കെ, 1 മിനിറ്റത്തെ സമയം ഞാൻ അനുവദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിക്കേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആൻസറുമായിട്ട് എത്തിക്കേ. ഡാർവിനെ ഫസ്റ്റ് അടിക്കണം. J2ൻ്റെ അഭിമാനം. പോരട്ടെ. പന്ത്രണ്ട് സെക്കൻഡ് ബാക്കി. 10 സെക്കൻഡ് ബാക്കി. ABCD എന്ന് പറയുന്ന ആൾ പറഞ്ഞ ആൻസർ തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ബി അല്ല ഹൃഷികേഷ്. അല്ല മോനെ, ഓപ്ഷൻ ബി അല്ല. ഇൻട്രസ്റ്റഡ് സ്കിപ്ഡ് എന്നോ മനസ്സിലായില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്. എനിവേസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി ആനന്ദ് കറക്റ്റാണ്. കറക്റ്റാണ്. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ഞാനിതിൻ്റെ ആൻസർ ഡാർവിൻ A അല്ല കേട്ടോ. ശ്രദ്ധിച്ചിരിക്കും മോനെ. ഹരൺ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിക്കേ, നമ്മൾക്കിവിടെ അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ പിസ്റ്റൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഈ പിസ്റ്റൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രഷർ ഇൻറ്റു ഇവിടുത്തെ ഏരിയ ആയിരിക്കും. ഇവിടുന്ന് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ P2 അല്ലേ, താഴത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ഏരിയ ആയിരിക്കും. അത് കൂടാണ്ട് ആനന്ദ് കറക്റ്റാണ് മോനെ. അത് കൂടാണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതെന്താണ്? M×G ആയിരിക്കും. ഓക്കെ, സോ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ റിലേഷൻസ് ഇവിടെ എഴുതാൻ പറ്റും? നമുക്കറിയാവുന്ന കാര്യമാണ് PV ഈക്വൽ ടു, അല്ലേ, അഗെയിൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലോട്ട് വരിക. PV ഈക്വൽ ടു nRT. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷനിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ വരുമ്പോഴത്തോൾ ഇവിടെ ഈ ഇക്വേഷൻ എഴുതുക, അതായത് ഈ ബാലൻസ് കണ്ടീഷൻ എഴുതുക കേട്ടോ. സോ P1 × A ഡൗൺവേർഡ്, ഓക്കെ, P1 × A ഡൗൺവേർഡ് പ്ലസ് M×G ഡൗൺവേർഡ്, ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ ടു എന്തായിരിക്കണം? P2 × A അപ്വേർഡ് ആയിരിക്കണ്ടേ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്ക് P ഈക്വൽ ടു μRT എന്നുള്ള റിലേഷൻ അകത്തുനിന്ന്, ഓക്കെ, P ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? P ഈക്വൽ ടു μRT അല്ലേ? P ഈക്വൽ ടു എന്ത് വരും മക്കളെ? nRT ഡിവൈഡഡ് ബൈ V എന്ന് വരത്തില്ലേ? സോ ആദ്യം ഇവിടുത്തെ പ്രഷർ നോക്കിയേ. P1 എന്ന പ്രഷർ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? P1 എന്ന് പറയുന്ന പ്രഷർ നമുക്ക് എഴുതാൻ പറ്റുക എന്തായിരിക്കും മക്കളെ? P1 എന്ന് പറഞ്ഞ പ്രഷർ നോക്കുന്നത് ഇവിടുത്തെ വോളിയം അല്ലേ? സോ റിലേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. N × R × T, സെയിം ടെമ്പറേച്ചർ ആണ് അല്ലേ? ഫൈൻ. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോളിയം എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് L1 × A എന്ന് വരും, ഇൻറ്റു ക്യാപിറ്റൽ A പ്ലസ് M×G, ദാറ്റ് ഈസ് ഈക്വൽ ടു P2 പകരം എന്താണ് വരാൻ പോകുന്നത്? P2 പകരം N × R × അല്ലേ T2 ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരണം? അവിടുത്തെ വോളിയം വരണ്ടേ? ആണല്ലോ. അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എന്ത് വരുന്നു മക്കളെ? L2 × A എന്ന് വരും.
മൾട്ടിപ്ലൈഡ് ബൈ എ. ഇവിടെ നമ്മൾക്കറിയാം T1 ഈക്വൽ ടു T2 ഈക്വൽ ടു എന്താണ്, ടി ആണ്, ശരിയല്ലേ? സോ അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, അപ്പം നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. സോ നമ്മളിതിൻ്റെ റീഅറേഞ്ചിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഇത് കണ്ടോ, ഈ റിലേഷൻ നമ്മൾക്ക് കിട്ടി. ഓക്കെ അല്ലേ? സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് എം ഇൻറ്റു ജീൻ്റെ വാല്യൂ ആണ്, ശരിയല്ലേ? സോ അപ്പോൾ നമ്മളിത് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റും എം ഇൻറ്റു ജി ഈക്വൽ ടു ടെമ്പറേച്ചർ കോമൺ ആയിരുന്നു അല്ലേ? ടെമ്പറേച്ചർ കോമൺ അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ എനിക്ക് പറയാം മ്യൂ ടൈംസ് അല്ലെങ്കിൽ എൻ ടൈംസ് ആർ ഇൻറ്റു ടി അല്ലേടാ, ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ L2 മൈനസ് 1 ബൈ L1 എന്ന് വരും. ഓക്കെ, സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻ ടൈംസ് ആർ ഇൻറ്റു ടി, ഓക്കെ, ഇൻറ്റു എന്ത് വരും, ഇതിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ, ഡിവൈഡഡ് ബൈ ജി ഈക്വൽസ് ടു എന്ത് വരുന്നു, എം എന്ന് വരുന്നു. ആൻഡ് ഹിയർ ദിസ് ഈസ് 1 ഡിവൈഡ് ബൈ L2 മൈനസ് 1 ഡിവൈഡഡ് ബൈ L1. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും മക്കളെ, L1 മൈനസ് L2 എൻ ടൈംസ് ആർ ടി ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു L1 മൈനസ് L2 ഓൾ ഡിവൈഡഡ് ബൈ L1 ഇൻറ്റു L2 എന്ന് വരും. NRT upon G, ഓപ്ഷൻ ഡി വരും. ഈക്വൽ ടെമ്പറേച്ചർ, അതേ മോനെ ഈക്വൽ ടെമ്പറേച്ചർ ആണ്, അത് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഹൈലൈറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഈക്വൽ ടെമ്പറേച്ചർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തും വെച്ചത്. ആരൺ കറക്റ്റ് അല്ലേ? ആരൺ മനസ്സിലാവുന്നുണ്ടല്ലോ? സേനു ഡിയോൺ സെബി ഈക്വൽ ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. നിജിൽ മുഹമ്മദ്, ഹൃഷികേഷ്, ആനന്ദ് ആർ, ഗോട്ട് ഇറ്റ്. ഓക്കെ, ഹെൻറി, ABCD ശരിക്കുള്ള പേരൊന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഡാർവിൻ. ഓക്കെ, കൂൾ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ തരുന്നു. 1 മിനിറ്റ് സമയം കേട്ടോ, 1 മിനിറ്റ് സമയം. ആരാണ് ആൻസർ ഏറ്റവും ആദ്യമേ പറയുന്നത് നോക്കി ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലോട്ട് എത്തുന്നത്. വളരെ ഈസിയാണ്, വളരെ 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 ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞു. നവ്യ കറക്റ്റാണ്. മുഹമ്മദ് ഹാഷിർ KS കറക്റ്റ് ഓപ്ഷൻ. ഡാർവിൻ കറക്റ്റാണ്. ഹെൻറി കറക്റ്റാണ്. യെസ്. സമയം കഴിഞ്ഞു. ഹൃഷികേഷ് കറക്റ്റാണ്. നമ്മൾക്കറിയാം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് മക്കളെ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ആണ് അല്ലേ? ശരിയല്ലേ? ആവറേജ് കൈനറ്റിക് റേഷ്യോ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ആണ്. സോ ആവറേജ് കൈനറ്റിക് എനർജീൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് മക്കളെ എഴുതുന്നത്? ആവറേജ് കൈനറ്റിക് എനർജീൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത് കൈനറ്റിക് എനർജി അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾക്കറിയാമെങ്കിൽ F ഡിവൈഡഡ് ബൈ 2 ടൈംസ് K⁻B ഇൻറ്റു T എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ദിസ് ഈസ് മാസ് ഇൻഡിപെൻഡൻറ്റ് അല്ലേടാ, ദിസ് ഈസ് മാസ് ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് തന്നെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഒന്നും നോക്കാനില്ല. ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12 പോകുന്നു. മക്കളെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ സോ ഇവിടെ വരെ എന്തായിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിഞ്ഞു. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കേസസ് ആണ് കഴിഞ്ഞത്. യുണീക്ക് ആയിട്ടുള്ള കേസ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു, മാക്സിമം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ തൊട്ടിട്ട് കൈനറ്റിക് എനർജി, RMS സ്പീഡ്, ആവറേജ് സ്പീഡ്, ആ ഒരു സെഗ്മെൻറ്റിലോട്ട് കയറുകയാണ് കേട്ടോ. ഓക്കെ, സോ 12ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ, 12ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നതെന്ന്.
The RMS speed of oxygen molecule in a vessel. The RMS speed of oxygen molecule, okay, in a vessel at a particular temperature is 1 plus 5 by x raised to 1 by 2 times v എന്ന് പറയുന്നുണ്ട്, where v is the average speed എന്നും പറയുന്നു of the molecule. Then value of x എത്രയാണെന്നാണ് ചോദ്യം. വാല്യൂ ഓഫ് എക്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ എം എസ് ഈസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് ഓഫ് 3RT ബൈ ക്യാപിറ്റൽ എം എന്ന് വരും. ഓക്കെ, ഇനി വി ആവറേജ് എന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ത് വരും? വി ആവറേജിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 8 times RT divided by pi times capital M ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഇങ്ങനെയാണ്, വി ആർ എം എസ് ഈസ് ഈക്വൽ ടു 1 plus 5 upon x the all raised to 1 by 2 times വി ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ വി ആർ എം എസിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മക്കളെ ഇതെന്ത് വരും? 3RT ബൈ എം അണ്ടർ റൂട്ട് ഈസ് ഈക്വൽ ടു 1 plus 5 by x റേസ് ടു 1 by 2 അല്ലേ, ഇൻറ്റു വി ആവറേജിൻ്റെ വാല്യൂ കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ, അണ്ടർ റൂട്ട് ഓഫ് 8RT ബൈ എന്ത് വന്നു? എം എന്ന് വന്നു. മക്കൾ എന്ത് ചെയ്യുക? ഇതിനെ സ്ക്വയർ ചെയ്യുക. ഹൃഷികേഷ് അല്ല മോനെ, അല്ല കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഒന്ന് സ്ക്വയർ ചെയ്യുക. സോ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ എന്ത് വരും മക്കളെ? 3RT ബൈ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു 1 plus 5 by x ഇൻറ്റു 8RT, ഇവിടെ ഞാൻ പൈ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, 8RT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു പൈ എന്ന് വരും. മക്കളെ ഇവിടെ ആർ ടിയും കട്ടായി പോകും, എമ്മും കട്ടാവും. ശരിയല്ലേ? ABCD കറക്റ്റാണ്, നിജിൽ കറക്റ്റാണ്. യെസ്. ഇനി എന്ത് ചെയ്യുക? 3 ഈസ് ഈക്വൽ ടു 1 plus 5 by x, ഓക്കെ, ഇൻറ്റു എന്തെന്ന് പറയണം? 8 ഡിവൈഡഡ് ബൈ 22/7 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ എക്സിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും നിങ്ങൾക്ക്? എക്സ് ഈക്വൽ ടു 28 എന്ന് കിട്ടും. ഈ ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്തേച്ചാൽ മതി. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സോൾവ് ചെയ്തേച്ചാൽ മതി. അല്ല, മുഹമ്മദ് ഹഷീർ KS. ഓക്കെ, ടൈപ്പ് എറർ ആണ്. 28. ഹാരൺ എവിടെ പോയി? എയ്റ്റ് അല്ല മോനെ, 8 അല്ല, 28 എന്ന് തന്നെ വരും. അല്ല കുഞ്ഞേ, 28 എന്ന് തന്നെ കിട്ടും കേട്ടോ. സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ക്ലിയർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുക. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, the root mean square speed of molecule of nitrogen at 27 degrees Celsius is approximately. ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്, ഒന്നും ചെയ്യാനില്ല. പെട്ടെന്ന് ആൻസറിലോട്ട് വന്നേ. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? മാസ് ഓഫ് നൈട്രജൻ മോളിക്യൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, മാസ് ഓഫ് നൈട്രജൻ മോളിക്യൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1.4 × 10⁻23 ആണെന്ന്. 1 മിനിറ്റത്തെ സമയം പെട്ടെന്ന് ആൻസറിലോട്ട് വരിക. ഒരേ 1 മിനിറ്റത്തെ സമയം പെട്ടെന്ന് ആൻസറിലോട്ട് വരിക.
ഓക്കെ, 1 മിനിറ്റ് ടൈം ലിമിറ്റ് ആണ് കേട്ടോ. പെട്ടെന്നിലോട്ട് വന്നേ, പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 13 തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മാസ് ഓഫ് നൈട്രജൻ മോളിക്യൂൾ, മോളാർ മാസ് അല്ല, നൈട്രജൻ മോളിക്യൂളിൻ്റെ മാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. RMS സ്പീഡ് കണ്ടുപിടിക്കണം. സമയം കഴിഞ്ഞു. മക്കളെ ശ്രദ്ധിച്ചേ, നമ്മൾക്കറിയാവുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താണ്? VRMSനെ വെച്ചിട്ട് നമ്മൾക്കറിയാവുന്ന റിലേഷനാണ് VRMS അല്ലേടാ. VRMS ഈക്വൽ ടു √3RT/m. ശരിയല്ലേ? ഇനി നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങളെ, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ടൈംസ് NA ഇൻറ്റു K⁻B അല്ലേ? ആ ഒരു കാര്യം നമ്മൾ ഇവിടോട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ എന്ത് വന്നടാ? VRMS ഈസ് ഈക്വൽ ടു √ അല്ലടാ കുഞ്ഞുങ്ങളെ 3T/M ഇൻറ്റു ആറിന് പകരം എന്ത് വരുടാ? ആറിന് പകരം നമ്മൾക്ക് വരാൻ പോകുന്നത് N⁴A ഇൻറ്റു K⁻B എന്ന. ശരിയല്ലേ? ആണല്ലോ. ഇനി നമ്മൾക്കറിയാവുന്ന കാര്യമാണ് മാസ് അപ്പോൺ മോളാർ മാസ്. ശരിയല്ലേ? ഇതിനല്ലേ നമ്മൾ എന്തെന്ന് പറയുന്നത്? N⁴A എന്നുള്ള റിലേഷൻ കൊടുക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മക്കളെ, ടോട്ടൽ മാസ് പറ്റാത്ത R 25/3 എന്താ? R ഈക്വൽ ടു 25/3 എന്താണ് എടുക്കാൻ പറ്റാത്തതെന്നോ? മോനെ, നമ്മൾക്കിവിടെ മാസ് തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ള മാസ് എന്തിൻ്റെ മാസാണ് തന്നിട്ടുള്ളത്? നമ്മൾക്ക് തന്നിട്ടുള്ള മാസ് എന്താണ് നോക്കിക്കേ. മോളാർ മാസ് അല്ലല്ലോ, മാസ് ഓഫ് 1 മോളിക്യൂൾ അല്ലേ? അല്ലേ കുഞ്ഞേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, സോ മാസ് ഓഫ്, ഓക്കെ നോക്കിയേ മക്കളെ. സോ നമ്മൾ ഫൈനലി മുന്നോട്ട് പോവുകയാണ്. സോ നമുക്കറിയാം മാസ് ഓഫ് 1 മോളിക്യൂൾ മൾട്ടിപ്ലൈഡ് ബൈ അവഗാഡ്രോ നമ്പർ. മാസ് ഓഫ് 1 മോളിക്യൂൾ മൾട്ടിപ്ലൈഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? മാസ് ഓഫ് 1 മോൾ കിട്ടത്തില്ലേ? ആണല്ലോ. ഫൈൻ. മാസ് ഓഫ് 1 മോളിക്യൂൾ മൾട്ടിപ്ലൈഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് വന്നു? മാസ് ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് വരുന്നു. ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങളിവിടെ നോക്കിക്കേ, NA ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. NA ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M എന്ന് പറയുമ്പോൾ എന്ത് വരുടാ? 1/m എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റിലേഷൻ ഇവിടോട്ട് കൺസിഡർ ചെയ്യുന്നു. സോ VRMS ഈസ് ഈക്വൽ ടു √3 ടൈംസ് ക്യാപിറ്റൽ T ഇൻറ്റു K⁻B മൾട്ടിപ്ലൈഡ് ബൈ NA/m എന്നുള്ളത് എന്താകും? NA/m എന്നുള്ളത് സ്മോൾ ലെറ്റർ m ആയിട്ട് മാറത്തില്ലേ? ആണല്ലോ. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. √3 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ എന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, വിച്ച് മീൻസ് 300 കെൽവിൻ. ഓക്കെ, ഇൻറ്റു K⁻B എന്ന് പറയുന്നത് എത്ര വരും? 1.4 ഇൻറ്റു 10⁻⁻23 ഓൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് 1 മോളിക്യൂൾ എത്രയാണ്? 4.6 ഇൻറ്റു 10⁻⁻26. മക്കളെ, ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് VRMS ഈക്വൽ ടു 523 m/s എന്നായിരിക്കും. മക്കളെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലായിരുന്നു കുഞ്ഞുങ്ങളെ? ഡൗട്ടൊന്നുമില്ലല്ലോ?
ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ പ്ലീസ്. ഹൃഷികേഷ് ഓക്കെ. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഡാർവിൻ എവിടെയാണ് മോനെ തെറ്റിപ്പോയെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, പെട്ടെന്ന് അതിലോട്ട് എത്തായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു കേസ്. അതുകൊണ്ടാണ് ഇത് ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ബോൾസ്മാൻസ് കോൺസ്റ്റന്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് RMS വാല്യൂ ഇടുന്ന ഒരു കേസും കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അല്ലെങ്കിൽ 3RT/M എന്നുള്ള ആ ഒരു ഇക്വേഷന് അത് തന്നെ പിന്നെ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് മാറി കയറി വരുമ്പോൾ നിങ്ങൾക്കത് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടത്. ഓക്കെ, ക്ലിയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നോക്കിക്കേടാ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: സൗണ്ട് ട്രാവൽസ് ഇൻ എ മിക്സ്ചർ ഓഫ് 2 moles ഓഫ് ഹീലിയം ആൻഡ് n mole ഓഫ് ഹൈഡ്രജൻ. എത്രയാണ്? 2 moles ഓഫ് ഹീലിയം ആൻഡ് n moles ഓഫ് ഹൈഡ്രജൻ. If the RMS speed of the gas molecule in the mixture is √2 times the speed of the sound. Okay, അങ്ങനെയാണെങ്കിൽ the value of n എത്രയാണെന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. ആ സാമ്പിളിനകത്ത് 2 mole ഓഫ് ഹീലിയം ഗ്യാസും അതുപോലെ തന്നെ n mole ഓഫ് ഓക്സിജൻ ഗ്യാസും ഉണ്ട്. ഓക്കെ ആണല്ലോ. നൗ RMS സ്പീഡ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ദ മിക്സ്ചർ എന്ന് പറയുന്നത്, ഈ മിക്സ്ചറിനകത്തെ ഗ്യാസിൻ്റെ RMS വാല്യൂ, VRMS വാല്യൂ എന്ന് പറയുന്നത് √2 times ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ ദ സെയിം ഗ്യാസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ദ വാല്യൂ ഓഫ് n എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന സമയം ആസ് യൂഷ്വൽ 1 minute. പെട്ടെന്ന് ആൻസറിലോട്ട് എത്താമോ നോക്കിക്കേ. വേണമെങ്കിൽ ഞാൻ സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്ന് പറഞ്ഞു തരാം. VS, നമ്മൾക്ക് സൗണ്ടിൻ്റെ ഞാൻ VS എന്നാണ് സ്പീഡിൻ്റെ എഴുതാൻ പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് VS ആസ് അല്ല മോനെ മുഹമ്മദ് അല്ല, VS ഈക്വൽ ടു √γ ടൈംസ് RT/M ആണ്. ഒരു മിനിറ്റ് സമയമുണ്ടേ. മുഹമ്മദ് ഹഷീർ KS മോനെ അല്ല, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. സമയം കഴിഞ്ഞു. ഗാമ ഈക്വൽ ടു 3/2 കിട്ടി സർ. ഗാമ ഈക്വൽ ടു 3/2 കിട്ടിയെങ്കിൽ കറക്റ്റാണ്, മുന്നോട്ട് പോവുക. വേണമെങ്കിൽ 1 മിനിറ്റ് സമയം കിട്ടിയാൽ ആ സ്പിരിറ്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹെൻറി 1 മിനിറ്റൂടെ സമയം തരികയാണ്. ഹാരൺ എവിടെ പോയി? ഗാമ 3/2 കിട്ടിയോ? n ഈക്വൽ ടു 2. നിജിൽ മുഹമ്മദ് കറക്റ്റാണ്. നിജിൽ മുഹമ്മദ് കറക്റ്റാണ്. ഹെൻറി മുന്നോട്ട് പോവുക. ഡാർവിൻ എവിടെ പോയി? ബി ആണോ? യെസ്, ഡാർവിൻ കറക്റ്റാണ് മോനെ, കറക്റ്റാടാ. ആനന്ദ് മോനെ കറക്റ്റാണ്. ഹാരൺ കറക്റ്റാണ്, ബി ഓപ്ഷൻ. ഗുഡ്. കിട്ടി ഹെൻറി. ഓക്കെ, ഗാമ കിട്ടി. കുഴപ്പമില്ല. സമയം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ
സമയം എക്സ്ട്രാ തന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചേ മക്കളെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വി ആർ എം എസ് എന്ന് പറയുന്നത്, നോക്കിക്കേ, വി ആർ എം എസ് എന്ന് പറയുന്നത് √2 ടൈംസ് വി എസ് എന്ന് നമ്മളോട് പറഞ്ഞു. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വി ആർ എം എസിൻ്റെ റിലേഷൻ നമുക്കറിയാം അല്ലേ? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? വി ആർ എം എസ് അപ്പോൺ വി എസ് എന്ന് പറയുന്നത് എന്ത് വരും? √of വി ആർ എം എസ് എന്ന് പറയുന്നത് 3RT/m എന്ന് വരുമ്പോൾ വി എസ് എന്നുള്ളത് എന്തായിരുന്നു? ഗാമ ടൈംസ് RT അപ്പോൺ ക്യാപിറ്റൽ M എന്ന് വരും. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇത് ക്യാൻസലായി പോകും. ശരിയല്ലേ? ആണല്ലോ. അതുപോലെ തന്നെ ഇതും ക്യാൻസലാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? √2 ആണെന്നല്ലേ നമുക്ക് കിട്ടിയത്. ശരിയല്ലേ? വിച്ച് മീൻസ്, നോക്കിക്കേടാ കുഞ്ഞുങ്ങളെ, √of, ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിനെ സ്ക്വയർ ചെയ്യുകയാണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/ഗാമ ഈക്വൽ ടു എന്തെന്ന് വരും? 2 എന്ന് വരും. ഗാമ ഈക്വൽ ടു എന്ത് വന്നു? ഗാമ ഈക്വൽ ടു 3/2 എന്ന് കിട്ടി. ഇവിടെ വരെ എല്ലാവർക്കും കിട്ടിയായിരുന്നു. ശരിയല്ലേ? ആണല്ലോ. ഇനി നമുക്കറിയാവുന്ന റിലേഷനാണ് എന്ത്? നമുക്കറിയാവുന്ന റിലേഷനാണ് ഗാമ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫ്രീഡവും ഗാമയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഗാമ ഈസ് ഈക്വൽ ടു 1 + 2 ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതെന്ന് പറയുന്നത് മക്കളെ മിക്സറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് കേട്ടോ. മിക്സറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഇത്. ബിക്കോസ് ഗാമ ഈസ് ഈക്വൽ ടു, കാരണം ഈ രണ്ട് ഗ്യാസിൻ്റെ കൂടെ മിക്സറാണ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഈ ഗാമ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദ മിക്സർ ആയിരിക്കും. ശരിയല്ലേ? സോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഗാമേൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? ഗാമേൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടിയത് 3/2 എന്നല്ലേ? സോ 3/2 ഈസ് ഈക്വൽ ടു 1 + അല്ലേടാ 1 + 2 ടൈംസ് എഫ് ഓഫ് മിക്സർ എന്ന് വന്നു. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദ മിക്സർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഡിഗ്രി ഓഫ് ദ ഫ്രീഡം ഓഫ് ദ മിക്സർ എന്ന് പറയുന്നത് എന്ത് വരും? 4 എന്ന് കിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾക്കിപ്പോൾ എന്ത് കിട്ടി മക്കളെ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദ മിക്സർ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇനിയും ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദ മിക്സർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. N1 × F1. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഫസ്റ്റ് സാമ്പിൾ, ആൻഡ് F1 എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഫസ്റ്റ് സാമ്പിൾ. സോ N1 F1 പ്ലസ് N2 F2 ഓൾ ഡിവൈഡഡ് ബൈ N1 + N2 എന്ന് പറയുന്നത് എത്ര വന്നു? 4 എന്ന് വന്നു. ശരിയല്ലേ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 മോൾ ഓഫ്, അല്ലേ മക്കളെ, 2 മോൾ ഓഫ് ഹൈഡ്രജൻ, 2 മോൾ ഓഫ് ഹീലിയം ആൻഡ് N മോൾ ഓഫ് ഹൈഡ്രജൻ എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ശരിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇതെന്താകും മക്കളെ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ഹീലിയം എന്ന് പറയുന്നത് 3 വന്നല്ലോ. സോ 2 × 3 മോണോ ആറ്റമിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയിട്ട് എടുക്കുന്നത് കേട്ടോ. മോണോ ആറ്റമിക് ആണെങ്കിൽ 3 ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമേ കാണുകയുള്ളൂ. സോ 2 × 3 പ്ലസ്, അല്ലേ, ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡയാറ്റോമിക് അല്ലേ? ആണല്ലോ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. സോ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്മൾ N ആയിട്ട് എടുക്കുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം ഡയാറ്റോമിക് ആണ്. ദാറ്റ് മീൻസ് 3 ട്രാൻസ്ലേറ്ററി മോഷനും 2 റൊട്ടേറ്ററി മോഷനും ആണല്ലോ. ഫൈൻ ഇൻടു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് വന്നു? 5 വന്നു. ഓൾ ഡിവൈഡഡ് ബൈ 2 + N എന്ന് വരും അല്ലേടാ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? 4 ആയി. റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 3 2s are 6 + 5 times N ഈക്വൽസ് ടു 4 2s are 8 + 4 times N എന്ന് വരും. മക്കൾ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ N ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. മനസ്സിലായോ മക്കളെ? ഡിഗ്രി ഓഫ് ഫ്രീഡം 5 വന്നത് എങ്ങനെയാണെന്നും 3 വന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് പറയുകയാണ്. സോ മക്കളെ, ഡയാറ്റോമിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. സോ ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, റൊട്ടേഷൻ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു റൊട്ടേഷൻ പോസിബിൾ ആണ്, അതുപോലെ തന്നെ ഈ ആക്സിൽ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ
എക്സ് ആക്സിസിലെ ട്രാൻസ്ലേറ്ററി മോഷൻ, എക്സ് ആക്സിസിലെ ട്രാൻസ്ലേറ്ററി മോഷൻ, വൈ ആക്സിസിലെ ട്രാൻസ്ലേറ്ററി മോഷൻ, ഇസഡ് ആക്സിസിലെ ട്രാൻസ്ലേറ്ററി മോഷൻ. ഓക്കെ, സോ ഈ 3 ട്രാൻസ്ലേറ്ററി മോഷനും ഇവിടുത്തെ 2 റൊട്ടേഷനൂടെയും കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിട്ട് വന്നത്, 5 ആയിട്ട് വന്നത്. ആരോ ഒരാൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ കുറിച്ച് പറയുമോ സർ എന്ന് ഒരു തുടക്കത്തിലൊരു കമൻറ്റ് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞുങ്ങളെ. ഓക്കെ അല്ലേടാ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക മക്കളെ. ദ ടെമ്പറേച്ചർ ഓഫ് ഓക്കെ ഫൈൻ. So the temperature of 3 mole of an ideal diatomic gas is increased by 40 degrees Celsius. Diatomic ആണ്, is increased by 40 degrees Celsius without changing the pressure. Without changing the pressure of the gas എന്ന് പറയുന്നുണ്ട്. The molecule in the gas rotate but not oscillate. Rotational motion allowed ആണ്, but rotatory motion oscillatory motion ഇല്ല, rotation motion allowed ആണ് എന്നും പറയുന്നുണ്ട്. Now if the ratio of change in internal energy, നോക്കിക്കേ മക്കളെ, if the ratio of change in internal energy of the gas to the amount of work done on the gas is x by 10, then the value of x എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ആറിൻ്റെ വാല്യൂ 8.31, ഞാൻ 25/3 എന്ന് തന്നെ എടുക്കും. ഓക്കെ, എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? 3 മോൾ ഓഫ് എ ഗ്യാസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. എത്രയാണ്? 3 മോൾ ഓഫ് എ ഗ്യാസ്. നോക്കിക്കാം മക്കളെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ സോൾവ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത്. ഒന്ന് മോൾസ്, എത്ര മോൾ ഓഫ് ഗ്യാസ് ആണ്? 3 അല്ലേ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എത്രയാണ്? 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ഫൈൻ. നൗ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, അതായത് ഡെൽറ്റ യു ടു ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അതായത് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു അപ്പോൺ ഡെൽറ്റ ഡബ്ല്യു നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രഷർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ് പി വി ഈക്വൽസ് മ്യൂ ആർ ടി. സോ ഇവിടെ നമ്മൾക്കറിയാം പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ പി ദാറ്റ് ഈക്വൽ ടു എന്ത് വരുടാ? മ്യൂ ടൈംസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. ഇവിടെ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രഷർ, അതുകൊണ്ട് പി ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു മ്യൂ ടൈംസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു എന്ത് വരും മക്കളെ? ഡെൽറ്റ ഡബ്ല്യു, അല്ലെങ്കിൽ വർക്ക് ഡൺ എന്നുള്ളൊരു കൺക്ലൂഷനോട്ട് നമ്മൾക്ക് എത്താൻ പറ്റും. മുഹമ്മദ് ഹഷീർ മോനെ അല്ല, ഒന്ന് വെയിറ്റ് ചെയ്യുക. ABCD എന്ന് പറയുന്ന ആൾ പറയുന്ന ആൻസർ കറക്റ്റാണ്. മോൻ്റെ പേരൊന്ന് പറയാമോ? മോനാണെങ്കിലും മോളാണെങ്കിലും കുഞ്ഞിൻ്റെ പേരൊന്ന് പറയാമോ? ABCD എന്നുള്ള ആൾ. ഓക്കെ, സോ വർക്ക് ഡൺ എന്നുള്ളത് P ഇൻറ്റു ഡി വി ഈക്വൽ ടു മ്യൂ ആർ ടൈംസ് ഡെൽറ്റ ടി എന്ന് നമ്മൾക്ക് കിട്ടി കേട്ടോ. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാവുന്ന ഒരു റിലേഷനാണ്. ഇതുവരെ ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? നമുക്കറിയാവുന്ന റിലേഷനാണ് എന്ത്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൽറ്റ യു ഓഫ് ദ ഗിവൺ സാമ്പിൾ എന്നുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ നമുക്ക് എന്ത് എഴുതാം? ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് ഡിവൈഡഡ് ബൈ 2 അല്ലേടാ, ആണല്ലോ, ഇൻറ്റു ഡി ഡബ്ല്യു ടൈംസ് എന്തെന്ന് എഴുതാം? മ്യൂ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാരണം അതിലോട്ട് ഞാൻ എത്തുന്ന മറ്റൊന്നുമല്ല, ആ റിലേഷനോട്ട് എത്തുന്ന രീതിയും വേറൊന്നുമല്ല. നമുക്കറിയാവുന്ന കാര്യമാണ് ഡെൽറ്റ യു ഈക്വൽ ടു മ്യൂ ടൈംസ് സി സഫിക്സ് വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ സി സഫിക്സ് വി എന്നുള്ള റിലേഷൻ എന്താ കൂടാ? സി സഫിക്സ് വി എന്നുള്ള റിലേഷൻ എഫ് ബൈ 2 ടൈംസ് ക്യാപിറ്റൽ ആർ എന്ന് വന്നില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണേ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ ഫൈൻ. സോ സി സഫിക്സ് വി എന്നുള്ളത് എന്ത് വന്നു? എഫ് ബൈ 2 ടൈംസ് ആർ എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ
ഡെൽറ്റ യു എന്നുള്ളത് എന്ത് വന്നു? മ്യൂ ടൈംസ് അല്ലേടാ, മ്യൂ ടൈംസ് എഫ് ഇൻറ്റു ക്യാപിറ്റൽ ആർ ടൈംസ് ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നില്ലേ? ആണല്ലോ. ഇവിടെ നമ്മളൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടോ, വർക്ക് ഡൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ടി, മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽറ്റ ഡബ്ല്യു എന്ന് വന്നില്ലേ? ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ആ ഒരു റിലേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് എഴുതാൻ പറ്റും മക്കളെ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു അല്ലേ എഫ് ബൈ 2 ടൈംസ് മ്യൂ ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്ന് വന്നില്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ യു അപ്പോൺ ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ വാല്യൂ അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേടാ. എഫിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? ഡയാറ്റോമിക് അല്ലേ? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വന്നു 5 വന്നു. 5/2 ദാറ്റ് ഈസ് 2/5. സോ 2/5 ഈക്വൽ ടു എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? x/10 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു കുഞ്ഞേ? 25 എന്ന് വന്നില്ലേ? ബ്രഹ്മദത്ത്, ഓക്കെ. ഗുഡ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേടാ? കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലേ? ഞാനിവിടെ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ചിനകത്തോട്ട് വർക്കിൻ്റെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് ആൻസറിലോട്ട് എത്തിയത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കുഞ്ഞുങ്ങളെ ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യണേ. ബാക്കിയുള്ളവരെല്ലാവരും എവിടെ പോയി? ഹെൻറി, അനന്തു 006 4 ചിലർക്ക് 4 കിട്ടിയായിരുന്നു, ചിലർക്ക് 2 കിട്ടിയായിരുന്നു. അവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: The number of molecules in 1 liter of an ideal gas at 300 Kelvin and 2 atmospheric pressure with mean kinetic energy 2 into 10 to power minus 4 joule per molecule is. എത്രയാണെന്നാണ് ചോദ്യം. എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. 1 മിനിറ്റ് ഞാൻ സമയം തരുന്നു, ഒട്ടും താമസിക്കരുത്. കോമ്പറ്റീഷൻ മൈൻഡോടെ ദേ കണ്ടുപിടിച്ചേ, പെട്ടെന്നായിക്കോട്ടെ. ഒരേ 1 മിനിറ്റ് സമയം. ടൈമർ ഓൺ ആണ്. പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുക. കണ്ടുപിടിക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്, നമ്പർ ഓഫ് മോൾസ് അല്ല, ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒട്ടും താമസിക്കാണ്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിക്കേ. കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. പതിനഞ്ച് സെക്കൻഡ് ബാക്കി. സമയം കഴിഞ്ഞു. മക്കളെ നോക്കിക്കേ, ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്ന റിലേഷനാണ് കുഞ്ഞുങ്ങളെ. PV ഈക്വൽ ടു മ്യൂ RT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഇനി കൈനറ്റിക് എനർജീനെ കുറിച്ചുള്ള കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് അല്ലേ? 3/2 ടൈംസ് K∩B ഇൻറ്റു എന്തെന്ന് എഴുതാം? T എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ?
ആനന്ദ് കറക്റ്റാണ്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന മറ്റൊരു റിലേഷനാണ് ക്യാപിറ്റൽ ആർ ഈക്വൽസ് എൻ സഫിക്സ് എ അല്ലേ കുഞ്ഞുങ്ങളെ? എൻ സഫിക്സ് എ ഇൻറ്റു എന്ത് വരും? കെ സഫിക്സ് ബി എന്ന് വരും. ഓക്കെ അല്ലേ? ഫൈൻ. സോ ഇവിടെ നമ്മൾ ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കേ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഓക്കെ 3/2 ടൈംസ് കെ സഫിക്സ് ബിക്ക് വരെ നമുക്ക് എന്ത് എഴുതാടാ? ആർ അപ്പോൺ എൻ എ ഇൻറ്റു ടി എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, യാ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ആർ ഇൻറ്റു ടി എന്നുള്ള റിലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജിൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു അല്ലേടാ 3/2 ടൈംസ്, ഓൾ റൈറ്റ്, 3/2 ടൈംസ് ആർ ഇൻറ്റു ടിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? പി വി ബൈ മ്യൂ എന്ന് എഴുതാം. പി വി ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു എൻ സഫിക്സ് എ എന്ന് വരും. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ടൈംസ് പി വി ഇൻറ്റു ഇതെന്താണ്ടാ? ഇതെന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ കൗണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? കൈനറ്റിക് എനർജി എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ത് വരണം? സോ ഇവിടെ കൈനറ്റിക് എനർജിൻ്റെ വാല്യൂ നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2 ഇൻറ്റു 10⁻⁻9 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു പ്രഷർ എത്രയാണ്? 2 അറ്റ്മോസ്ഫിയറിക് അല്ലേ? 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10⁻5 വരണം. വോളിയം എത്രയാണ് മക്കളെ? വോളിയം എന്ന് പറയുന്നത് സോറി, വോളിയം നമുക്ക് തന്നിട്ടില്ലല്ലോ. എനിക്കെവിടെയോ ഓക്കെ, വോളിയം തന്നിട്ടുണ്ട് 1 ലിറ്റർ അല്ലേ? അതെ 1 ലിറ്റർ എന്ന് വന്നിട്ടുണ്ട്. സോ 1 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് എഴുതാം? 1000 ഇൻറ്റു 10⁻⁻6 ആണല്ലോ അല്ലേ? യാ, ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? ക്യാപിറ്റൽ എൻ എന്ന് വരുന്നു. സോ അതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ക്യാൻസലേഷൻ നോക്കിപ്പോയാൽ മതി, ഇവിടെയും 2ഉം 2ഉം കട്ടായി പൊക്കോളും. എൻ ഈസ് ഈക്വൽ ടു 3/2. 3/2 മീൻസ് 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 10⁻ സംതിങ് എന്ന് വരണം. ശരിയല്ലേ? അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് 1.5 ഇൻറ്റു 10⁻11 എന്ന് തന്നെയായിരിക്കും. സോ 3/2 വെച്ചിട്ട് തന്നെ നമുക്ക് 1.5 എന്ന ആൻസറിലാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? വോളിയം തന്നിട്ടുണ്ടായിരുന്നു. യെസ് ഹൃഷികേഷ്, സോറി വോളിയം തന്നിട്ടുണ്ട്. മക്കളെ ഓക്കെ അല്ലേ? മക്കളെ ഓക്കെ ആണല്ലോ? കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലേടാ? സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്: ഇഫ് 10⁻22 gas molecules, each of mass 10⁻⁻26 kilogram, collide with a surface perpendicular to it elastically per second over an area of 1 centimeter cube ആണ്. 1 meter square അല്ല, 1 centimeter square എന്നുള്ളൊരു ഏരിയ ആണ്. അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഒന്ന് കോട്ട് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി മാർക്ഡ് ആസ് 1 centimeter square കേട്ടോ. ഓക്കെ, നൗ with a speed of 10⁻4 meter per second, find the pressure exerted by gas molecule will be of order എത്രയാണെന്നാണ് ചോദ്യം. പ്രഷർ എക്സെർട്ടഡ് ബൈ ദ ഗ്യാസ് എത്രയാണെന്ന് ചോദിക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഞാനൊരു 1 മിനിറ്റത്തെ സമയം തരാം. പെട്ടെന്ന് മക്കളൊന്ന് ആൻസറിലോട്ട് എത്താമെന്ന് നോക്കിക്കേ. ജസ്റ്റ് 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ് ടൈം. പ്രഷർ മാത്രം കണ്ടുപിടിക്കുക. ഫൈൻ. ഓരോ മോളിക്യൂൾസിൻ്റെയും മാസ് പറഞ്ഞിട്ടുണ്ട്, 10⁻⁻26 ആണ്. ഒരു സെക്കൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10⁻22 ആണ്. അവിടെ നടക്കുന്ന കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളൈഡ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 10⁻4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏരിയ 1 centimeter square. പെട്ടെന്ന് ആൻസറിലോട്ടൊന്ന് എത്തിക്കേ.
പതിനഞ്ച് സെക്കൻഡ് ബാക്കി. സമയം കഴിഞ്ഞു. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ നടക്കുന്ന കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷനാണ്. എന്താണ്? ഇലാസ്റ്റിക് കൊളീഷനാണ്. സോ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്കറിയാം ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് പോയി ഇവിടെ ചെന്ന് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്? ബൗൺസ് ബാക്ക് ചെയ്യും. അല്ലേ കുഞ്ഞുങ്ങളെ? എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 2 times m × v ആയിരിക്കും. ശരിയല്ലേ? ഇനി ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ പി അപ്പോൺ ഡെൽറ്റ ടി. ഡെൽറ്റ പി അപ്പോൺ ഡെൽറ്റ ടി ആയിരിക്കും. ശരിയല്ലേ? ഇവിടുത്തെ ഒരു സെക്കൻഡിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണമല്ലേ നമ്മൾക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഫോഴ്സ് ആക്ടിങ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പാർട്ടിക്കിളിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും വരുന്നത്? അവിടുത്തെ സ്പീഡ് എത്രയാണ്? 10⁴ അല്ലേ? സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തടാ. 2 × എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 10⁻26 ഇൻറ്റു സ്പീഡ് എത്രയാണ് മക്കളെ? 10⁴ ഇൻറ്റു എത്ര മോളിക്യൂൾസ് ആണ് ഇന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്? 10⁻22. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്ത് വന്നു മക്കളെ? 1 സെക്കൻഡ് അല്ലേ? എത്രയാണ്? 1 സെക്കൻഡ് ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 22 + 4 26 വരുന്നു അല്ലേടാ. സോ ഇവിടുത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എത്രയായിരിക്കും? ഫോഴ്സ് എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ വരും. ഫോഴ്സ് എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രഷർ എന്നല്ലേ. സോ പ്രഷർ എന്ന് പറയുന്നത് മക്കളെ അറിയാം ഫോഴ്സ് അപ്പോൾ എന്താണ്? ഏരിയ അല്ലേ വരേണ്ടത്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 2 / അല്ലേടാ. ഏരിയ എന്ന് പറയുന്നത് 1 cm² ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് 1 × 10⁻⁴ m² എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ത് വന്നു മക്കളെ? 2 × 10⁴ പാസ്കൽ എന്ന് വരത്തില്ലേ? ആണല്ലോ. സോ ദിസ് ഈസ് ഓഫ് ദ ഓർഡർ എത്രയാണ്? 10⁴. ഓപ്ഷൻ എ എന്ന് വരും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാം. ഹെൻറി കറക്റ്റാണ്. ഹെൻറി കറക്റ്റ് ആൻസർ ആണ്. ഹാരൻ എവിടെ പോയി? ഹൃഷികേഷിനെ കാണാനില്ല. ഓക്കെ ഓക്കെ. ഡാർവിന് ഇതിന് മുന്നത്തെ ക്വസ്റ്റിനകത്ത് എവിടെയെങ്കിലും പോയായിരുന്നോടാ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കമൻറ്റും കണ്ടില്ല. ഹൃഷികേഷ് എവിടെ? ആനന്ദ് എവിടെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ മക്കളെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻ ഫ്രീ പാത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് തിയറിയിൽ ഉണ്ട് സർ. ഓക്കെ ഓക്കെ ഓക്കെ. സോ കൈനറ്റിക് തിയറിക്കകത്ത് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് മനസ്സിലായില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഹീറ്റ് എൻ്റെ വീക്ക് ഏരിയ ആണ് മോനെ. അതിന് വേണ്ടിയിട്ടല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വീക്കാണ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക അല്ല ചെയ്യേണ്ടത്. ട്രൈ ടു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദാറ്റ്. ഓക്കെ, മാക്സിമം ഗ്രാസ്പ് ചെയ്യാനായിട്ട് നോക്കുക, ഒഴിവാക്കരുത്. ഫൈൻ. സോ ഇവിടെ നമ്മൾ മീൻ ഫ്രീ പാത്തിൻ്റെ ഏരിയ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ കൊളീഷൻ, അതായത് KTGക്കകത്ത് കൊളീഷൻ്റെ കേസ് കഴിഞ്ഞു. ഫൈൻ, കൊളീഷൻ്റെ കേസ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതും RMS സ്പീഡ്, ആവറേജ് സ്പീഡ്, അതിൻ്റെ എല്ലാം ഏരിയ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തുന്നത് മീൻ ഫ്രീ പാത്ത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് KTGക്കകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ദ മീൻ ഫ്രീ പാത്ത് ഓഫ് എ മോളിക്യൂൾ
of a certain gas at STP is 1500 D. D എന്ന് പറയുന്ന diameter of the molecule ആണ്. ഇത് മനസ്സിലാവുന്നുണ്ട്. That is great. Now D എന്ന് പറയുന്ന diameter ആണ്. While maintaining the standard pressure, the mean free path of the molecule at 373 Kelvin is approximately എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, സോ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, എസ് ടി പി കണ്ടീഷൻ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് 1500 ടൈംസ് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ മോളിക്യൂൾ ആണെന്ന് നമ്മളോട് പറയുന്നു. ഇനിയും ഈ സിറ്റുവേഷനകത്ത് ലൈക്ക് മെയിൻറ്റെയിനിങ് ദ സ്റ്റാൻഡേർഡ് പ്രഷർ, okay, maintaining the standard pressure, we are taking the temperature value to 373 Kelvin. ആ പ്രശ്നത്തിനകത്ത് യാതൊരു വ്യത്യാസവും നമ്മൾ വരുത്തുന്നില്ല. ഓക്കെ, 1/2 യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ മീൻ ഫ്രീ പാത്ത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മോനെ, അതിൻ്റെ ഫോമുല അല്ലേ നീ എഴുതിയിരിക്കുന്നത്? ഫോമുല എഴുതിയാൽ മാത്രം പോരടാ. ABCD, മോൻ്റെ പേര് ഞാൻ മറന്നുപോയി. കറക്റ്റാണ്. ഞാൻ ഒരു മിനിറ്റത്തെ സമയം തരുവാണേ. എഗെയിൻ ഒരു 1 മിനിറ്റ് സമയം തരികയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ടെമ്പറേച്ചർ മാറുന്നുണ്ട്. സോ ടെമ്പറേച്ചർ മാറുമ്പോൾ മീൻ ഫ്രീ പാത്തിനകത്ത് വരുന്ന റിലേഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. മോനെ, നീ പറഞ്ഞ ഹാരൺ, നീ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വളരെ കറക്റ്റ് ആണ്. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞെ, ഇവിടെ ടെമ്പറേച്ചർ മാറും. സോ ടെമ്പറേച്ചർ മാറുമ്പോൾ മീൻ ഫ്രീ പാത്തിനകത്ത് റിലേഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ ഒരു കാര്യം നീ ഓർക്കണം, നീ പറഞ്ഞിരിക്കുന്ന N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ് അല്ലേ? സോ ടെമ്പറേച്ചർ മാറുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള സ്പേസിനകത്ത് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ N-ൻ്റെ വാല്യൂ മാറും. ആണല്ലോ, ശരിയല്ലേ? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ ബ്രഹ്മദത്ത്. യെസ് മോനെ, ബ്രഹ്മദത്ത് കറക്റ്റ് ആൻസർ ആണ്. സോ ബാക്കിയുള്ളവർ പെട്ടെന്ന് ചെയ്തേ. ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിനകത്ത് എന്താണ് മാറ്റം വരാൻ പോകുന്നത് എന്നൊന്ന് കണ്ടുപിടിച്ച് ആൻസറിലോട്ട് എത്താമോ എന്ന് നോക്കിക്കേ. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു മിനിറ്റ് കൂടെ ഞാൻ സമയം തരുക. നല്ലൊരു ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് 1 മിനിറ്റ് കൂടെ സമയം തരാം. ഒരേ 1 മിനിറ്റ് സമയം. ഒരേ 1 മിനിറ്റ് സമയം കൂടെ അലോട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് ആൻസറിലോട്ട് എത്താമോ നോക്കിക്കേടാ. മക്കളെ, സമയം കഴിഞ്ഞു. നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാം, മീൻ ഫ്രീ പാത്തിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു 1/√2 ടൈംസ് പൈ ഇൻറ്റു d സ്ക്വയർ ടൈംസ് സ്മോൾ ലെറ്റർ n ആണ്. ശരിയല്ലേ? ഇവിടുത്തെ മോനെ മുഹമ്മദ് ഹാഷിർ കറക്റ്റാണ് മോൻ്റെ ഒരു ഗസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതിനകത്ത് എനിക്കൊരു 1-2 കാര്യങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേ. സോ ലാംഡേൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മെൻഷൻ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് മക്കളെ. PV ഈക്വൽ ടു എന്താണ്? μr × T ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ PV ഈക്വൽ ടു മ്യൂ എന്ന് പറയാൻ നമ്മൾക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അപ്പോൺ എന്താണ്? അവഗാഡ്രോ നമ്പർ അല്ലേ? ഇൻറ്റു R ടൈംസ് T എന്ന് വന്നല്ലോ. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിടാ കുഞ്ഞേ. റീഅറേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട് P × N_A. P ×
ഈ ഒരു റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ? സോ അങ്ങനെ നമ്മൾ റിലേഷനോട്ട് എത്തുന്ന സമയത്ത് എനിക്കിവിടെ പറയാൻ പറ്റും P ഇൻറ്റു N സഫിക്സ് A ഇസ് ഈക്വൽ ടു N അപ്പോൺ ക്യാപിറ്റൽ V ഇൻറ്റു R ഇൻറ്റു T എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ P ഇൻറ്റു N സഫിക്സ് A അപ്പോൺ R ഇൻറ്റു T എന്ന് പറയുന്നത് എന്ത് വരുടാ? സ്മോൾ ലെറ്റർ N എന്ന് വരും. ശരിയല്ലേ? ഫൈൻ. സോ ഈ ഒരു റിലേഷൻ നമ്മൾ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എവിടെ? സോ അങ്ങനെ വരുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്തായി? ലാംഡ ഈസ് ഈക്വൽ ടു ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും കുഞ്ഞേ? ലാംഡ എന്ന് പറയുന്നത് 1 അപ്പോൺ അണ്ടർ റൂട്ട് 2 ടൈംസ് പൈ ഡി സ്ക്വയർ ഇൻറ്റു അല്ലേ, എന്നിൻ്റെ വാല്യൂവിന് വരെ നമുക്ക് എന്ത് എഴുതാം? P ഇൻറ്റു N സഫിക്സ് A R ടൈംസ് T എന്ന് വരും ആണല്ലോ. വിച്ച് മീൻസ് ലാംഡ 1 അപ്പോൺ ലാംഡ 2, ലാംഡ 1 അപ്പോൺ ലാംഡ 2 എന്നുള്ള റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരൂടാ? T1 ഡിവൈഡഡ് ബൈ T2 എന്ന് വരത്തില്ലേ? ലാംഡ 1ൻ്റെ വാല്യൂ എത്രയാണ്? 1500 ടൈംസ് D അപ്പോൺ ലാംഡ 2 ഈക്വൽസ് ടു T1 എന്ന് പറയുന്നത് എന്താണ്? T1 എന്ന് പറയുന്നത് 273 അല്ലേ? STP അല്ലേ? 273 അപ്പോൺ T2 എന്ന് പറയുന്നത് എത്രയാണ് കുഞ്ഞേ? 373 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാംഡ 2 ഈസ് ഗോയിങ് ടു ബി 373 divided by 273 into 1500 D എന്ന് വരും. റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ ലാംഡ 2 ഈസ് ഈക്വൽ ടു 2049 ടൈംസ് D എന്ന് വരും. ഞാനിവിടെ എന്തിനാണ് ലൈക്ക് ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. 2 റിലേഷൻ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു അല്ലേ? മെയിൻ ഫ്രീ പാത്തിൻ്റെ 2 റിലേഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. ഇനിയും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു NA ഇൻറ്റു K സഫിക്സ് B ആണ്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ R അപ്പോൺ NA എന്നുള്ളത് എന്താ കുഞ്ഞേ? K സഫിക്സ് B എന്ന് വരും. സോ ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റെ ടേമിൽ പറയണമെന്നുണ്ടെങ്കിൽ എഗെയിൻ യു ക്യാൻ ചേഞ്ച് ദിസ് ആസ് ക്യാപിറ്റൽ T അല്ലേ? R ബൈ N എന്നുള്ളത് K സഫിക്സ് B ആയില്ലേ കുഞ്ഞേ? സോ K സഫിക്സ് R T ഇൻറ്റു K സഫിക്സ് B ടൈംസ് അണ്ടർ റൂട്ട് ഓഫ് 2 ഇൻറ്റു അണ്ടർ റൂട്ടിൻ്റെ നീളം കൂടിപ്പോയി അണ്ടർ റൂട്ട് ഓഫ് 2 ഇൻറ്റു പൈ ടൈംസ് D സ്ക്വയർ ഇൻറ്റു P എന്ന് വരും. ആ ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കുക. മക്കളെ ഓക്കെ അല്ലേടാ? ഓക്കെ ആണോ? മനസ്സിലായോ ഞാൻ എങ്ങനെ സോൾവ് ചെയ്തതെന്ന്? കമൻറ്റ് ബോക്സിലൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ പ്ലീസ്? ഹൃഷികേഷ് ബ്രഹ്മദത്തിന് ആൻസർ നേരത്തെ കിട്ടിയതാണ്. ഡാർവിൻ എവിടെ? കൊച്ചേ നിനക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 19 മാച്ച് ദ ഫോളോയിങ് ആണ്. ഫൈൻ. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 1 മിനിറ്റ് സമയം പെട്ടെന്ന് നോക്കണം. ആൻസറിലോട്ട് എത്താണ്ട് ഏറ്റവും പെട്ടെന്ന് മാച്ച് ചെയ്യുന്ന സാധനങ്ങളും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതും കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ടൊന്ന് ശ്രമിച്ചേ. ആരാണ് ഇതിൻ്റെ ഫസ്റ്റ് ആൻസറിലോട്ട് എത്തുന്നത് നോക്കട്ടെ. 1 മിനിറ്റ് സമയം, ഒരേ 1 മിനിറ്റ് സമയം. Mean free path is directly proportional to temperature. There is only one option greater than 1500 D. അതുകൊണ്ടാണ് 14 സെക്കൻഡ് ബാക്കി. ഷെലിൻ സർ ഹായ്.
സി ആണ് പറഞ്ഞിരിക്കുന്നത്. സി ആര് പറഞ്ഞു മോനെ? ഹൃഷികേഷ് കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. സോറിയടാ കുഞ്ഞ്, എനിക്ക് പേര് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ബ്രഹ്മാനന്ദൻ അങ്ങനെ എന്തോ ആയിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. ശ്രദ്ധിച്ച മോനെ, ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി. എത്രയാണ്? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി വരുന്നത് മോണോ ആറ്റോമിക് ഗ്യാസിനാണ്. എന്തിനാണ്? മോണോ ആറ്റോമിക് ഗ്യാസ്. അതായത് എ എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്ന ഓപ്ഷൻ. എ എന്ന് പറയുന്നത് 1 ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും സിയും ഡിയുമാണ് അല്ലേ കുഞ്ഞേ? സിയും ഡിയും ആണല്ലോ. അതിനുശേഷം അടുത്ത നോക്കുക, 3 ട്രാൻസ്ലേഷണൽ മോഷൻ ആൻഡ് 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡമും അതുപോലെ തന്നെ 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും. കുറച്ച് മുമ്പ് നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് ഡിസ്കസ് ചെയ്തായിരുന്നു, ശരിയല്ലേ? അതേതാണ് വരേണ്ടത്? അതേതാണ് വരേണ്ടത്? അത് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു, 3 ട്രാൻസ്ലേഷണൽ മോഷനും 2 റൊട്ടേഷണൽ മോഷനും. അതായത് ഓസിലേഷൻസ് ഇവിടെ ഇല്ല, വൈബ്രേറ്ററി മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഡയാറ്റോമിക് ആയിരിക്കണം, അതുപോലെ തന്നെ റിജിഡ് ആയിരിക്കണം, ഓസിലേഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലേ? സോ ഡയാറ്റോമിക്കും റിജിഡും വരണം. സോ രണ്ടാമത്തെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ, അതായത് ബി എന്ന് പറയുന്നത് നമുക്ക് 3 മാച്ച് ചെയ്യിക്കാൻ പറ്റും, ശരിയല്ലേ? സോ ഇവിടെ എന്ത് സംഭവിച്ചു? ബി എന്ന് പറയുന്ന ഓപ്ഷൻ 3 മാച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ അല്ലടാ കുഞ്ഞേ, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു. സോ ഇനി നമ്മൾ നോക്കാൻ പോകേണ്ടത് എലിമിനേഷനാണ്. ഇവിടെ നോക്കുമ്പോൾ ബി 4 മാച്ച് ആകുന്നുണ്ട്, അതുകൊണ്ട് ഇതല്ല. വിച്ച് മീൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ദാറ്റ് ഈസ് സി. മനസ്സിലായ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? മാച്ച് ദ ഫോളോവിങ്ങിനകത്ത് സമയം ലാഭിച്ചോണം. ആ ടൈം മറ്റുള്ളവിടെയും മറ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേഷൻ അതായത് എന്താ പറയുക, ലെങ്തി കാൽക്കുലേഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ മാച്ച് ദ ഫോളോവിങ്ങിൽ ഇങ്ങനെ സമയം ലാഭിക്കാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിജിഡ് ആറ്റോമിക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റിജിഡ് ഡൈ ആറ്റോമിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വൈബ്രേഷൻ കൺസിഡർ ചെയ്യാവുന്നത്. മക്കളെ ഓക്കെ അല്ലേ? കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ശ്രദ്ധിക്കുക. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് increased from 3 into 10 to power 19 to 12 into 10 to power 19. The ratio of collision frequency of air molecules before and after increases, and after the increase in number is respectively. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ദ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻക്രീസസ് ഫ്രം 3 into 10 to power 19 to 12 into 10 to power 19. The ratio of collision frequency of air molecules before and after the increase in the number is respectively. അതാണ് ചോദ്യം. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ അവൈലബിലിറ്റി മാത്രമാണ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാറ്റം വരുത്തുന്നത്. പക്ഷെ നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഫ്രീക്വൻസി, അതായത് ഒരു സെക്കൻഡിൽ നടക്കുന്ന കൊളീഷൻസിൻ്റെ എണ്ണം, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണ് എങ്കിൽ ഫ്രീക്വൻസിൻ്റെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതൊരു പുതിയ പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ തന്നെ സോൾവ് ചെയ്യാം. സമയം അലോട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ഓപ്ഷൻ ബി ആണോ? ബ്രഹ്മദത്ത് പേര് മാറ്റി, അടിപൊളി, നന്നായി. ഓപ്ഷൻ മോനെ കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 1 മിനിറ്റ് സമയം എല്ലാവർക്കും തരാം. ബ്രഹ്മദത്ത് കറക്റ്റ് ആണ് മോനെ, കറക്റ്റ് ആൻസർ ആണ്.
25 സെക്കൻഡ് ബാക്കി. ബാക്കിയുള്ളവരെവിടെ? സമയം കഴിഞ്ഞു. സോ നമ്മൾ ഡിസ്കഷനോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിക്കുക. ലാംഡ ഈക്വൽസ് നമുക്കറിയാവുന്ന ജനറൽ എക്സ്പ്രഷനാണ്. അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നിജിൽ മുഹമ്മദ് കറക്റ്റാണ്. സോ ലാംഡ ഈക്വൽ ടു നമ്മൾക്കറിയാവുന്ന കാര്യമാണ് 1 ഡിവൈഡഡ് ബൈ അല്ലേ 1 ഡിവൈഡ് ബൈ √2 ടൈംസ് പൈ ഇൻറ്റു ഡി സ്ക്വയർ ടൈംസ് എൻ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇവിടെ ലൈക്ക് ലെറ്റ് ദ RMS സ്പീഡ് ബി വി ഈക്വൽ RMS സ്പീഡ് എന്നുള്ളത് നമ്മൾ വി ആയിട്ട് എടുക്കുക. എന്തായിട്ട് എടുക്കുന്നു? RMS സ്പീഡ് എന്നുള്ളത് വി ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയ്ക്കുള്ള സമയം, RMS സ്പീഡ് എന്നുള്ളത് വി ആയിട്ട് എടുക്കുകയാണ്. രണ്ട് കൊളീഷൻ ഇടയ്ക്കുള്ള സമയം എന്നുള്ളത് എന്തായിട്ട് എടുക്കുന്നു? ടി ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ കൺസെപ്റ്റൂടെ ഒന്ന് പറയുകയാണ്. സോ അവിടെ നമ്മൾക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു എന്ത് വരും കുഞ്ഞേ? വി ഇൻറ്റു ടി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടീൻ്റെ വാല്യൂ എന്തായി? ടി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എന്തായി? വി ആയി. ഓക്കെ ആണല്ലോ, ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ സോ നമ്മൾക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു കൊളീഷൻ നടക്കാനായിട്ട് എടുക്കുന്ന സമയമാണ്. ബിറ്റ്സ് ഒരു പാർട്ടിക്കിളിൻ്റെ അടുത്തു നിന്ന് മറ്റൊരു പാർട്ടിക്കിളിൻ്റെ അടുത്തോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണിത്. സോ ഒരു കൊളീഷനായിട്ട് എടുക്കുന്ന സമയമാണ് നമ്മൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? സ്മോൾ ലെറ്റർ ടി അല്ലെങ്കിൽ ലാംഡ ബൈ വി എന്ന് നമ്മൾ കിട്ടിയത്. അങ്ങനെയാണ് എങ്കിൽ ഇത് ഒരു കൊളീഷൻ എടുക്കുന്ന സമയമാണേ, ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ 1 സെക്കൻഡിനകത്ത് എത്ര കൊളീഷൻ നടക്കും എന്നുള്ള ചോദ്യമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കൊളീഷൻ ഒരു സെക്കൻഡിനകത്ത് നടക്കുന്ന കൊളീഷൻസിൻ്റെ എണ്ണം, അതിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് ഞാൻ പറഞ്ഞു. ഫൈൻ. സോ ഒരു സെക്കൻഡിനകത്ത് എത്ര കൊളീഷൻ നടക്കും എന്നുള്ളടത്ത് നമ്മൾക്ക് ആൻസർ എന്ത് വരും? ഇവിടെ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/t എന്നല്ലേ? ആണല്ലോ. 1 ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ ടി എന്നല്ലേ? അതിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾക്ക് കിട്ടി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 upon സ്മോൾ ലെറ്റർ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? ലാംഡ എന്ന് വരുന്നു. ക്ലിയർ? ഫൈൻ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും F1 എന്ന് പറയുമ്പോൾ എന്ത് വരും കുഞ്ഞേ? V1 ഡിവൈഡഡ് ബൈ ലാംഡ 1 എന്ന് വരും. അതുപോലെ തന്നെ F2 ഫ്രീക്വൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. F2 ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? V2 ഡിവൈഡഡ് ബൈ ലാംഡ 2 എന്ന് വരുന്നു. മറ്റ് ഫിസിക്കൽ ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? F1 ടൈംസ് ലാംഡ 1 ഈക്വൽ ടു F2 ടൈംസ് എന്ത് വരും? ലാംഡ 2 എന്ന് വരും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ F1 ഡിവൈഡഡ് ബൈ F2 ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എന്ത് വരും മക്കളെ? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ലാംഡ 2 ഡിവൈഡഡ് ബൈ ലാംഡ 1 എന്ന് വന്നില്ലേ? ഓക്കെ, സോ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി N1 ഡിവൈഡഡ് ബൈ N2. സോ ഫ്രീക്വൻസി F1 ബൈ F2 ഈസ് ഈക്വൽ ടു എന്ത് വരും? N1 ഡിവൈഡഡ് ബൈ N2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നടാ? 3 ഇൻറ്റു 10⁻19 ഡിവൈഡഡ് ബൈ N2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? 12 ഇൻറ്റു 10⁻19. സോ ഈ റേഷ്യോ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/4. That will leave the answer as 0.25. മക്കളെ മനസ്സിലായോ? കുഞ്ഞുങ്ങളെ മനസ്സിലായോ? മക്കളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവ് ആകണം എല്ലാവരും. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവ് ആകണം. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ക്വസ്റ്റ്യൻസ് സീരിയസ് ആയിട്ട് സോൾവ് ചെയ്യുന്ന കുട്ടികൾ ഒന്ന് ആക്റ്റീവ് ആയിക്കേ. ക്ലിയർ അല്ലേടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക. ദ ഹീറ്റ് എനർജി ഓഫ് 735 joule is given to a diatomic gas, allowing the gas to expand at constant pressure.
The gas is expanding at constant pressure. Each gas molecules rotate around an internal axis but do not oscillate. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. It does not oscillate എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ the increase in internal energy of the gas എത്രയാണെന്നാണ് ചോദ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് what is going to be the increase in the internal energy of the gas എത്രയാണെന്നാണ്. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഇത് ഡയാറ്റോമിക് ആണ്. ഓക്കെ, ഡയാറ്റോമിക് ആണ്. അതുപോലെ തന്നെ ഓസിലേറ്ററി മോഷൻ ഇല്ല. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 735 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി എന്നുള്ളതാണ്. വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു വെറൈറ്റി ഇവിടെ വന്നിട്ടുണ്ട്. സോ നോക്കുക മക്കളെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് ഡെൽറ്റ ക്യൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ടൈംസ് ഡെൽറ്റ വി. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ അല്ലേടാ? ഫൈൻ. നൗ the expansion is taking place at constant pressure. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കേസിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് അല്ലേ, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ എഫ് ആയിട്ട് എടുക്കുന്നു. എഫ് ബൈ 2 ടൈംസ് അല്ലേ, എഫ് ബൈ 2 ടൈംസ് എന്തെന്ന് എഴുതാം? പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. എഫ് ബൈ 2 ടൈംസ് പി ഇൻറ്റു ഡെൽറ്റ വി നമ്മൾക്ക് എഴുതാം. ശരിയല്ലേ? ആണല്ലോ. സോ ഡെൽറ്റ ക്യൂ ഈസ് ഇക്വൽ ടു എഫ് ഒരു മിനിറ്റ്, ഡെൽറ്റ ക്യൂ എന്ന് ഡെൽറ്റ യു ആണ് കേട്ടോ, ഡെൽറ്റ യു. സോറി. സോ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു ഈക്വൽ ടു എഫ് ബൈ 2 ടൈംസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി. സോ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും ഇവിടെ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എഫ് ബൈ 2 ടൈംസ് പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മക്കൾ നോക്കിക്കേ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി കോമൺ അല്ലേ? ആണല്ലോ. എഫ് ബൈ 2 ടൈംസ് എഫ് ബൈ 2 പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾക്കറിയാം ഇവിടെ എഫിൻ്റെ വാല്യൂ എത്രയാണ്? ഡയാറ്റോമിക് ആണ്, ഓസിലേറ്ററി മോഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഗോയിങ് ടു ബി 5 ഓൺലി. ആ കേസിൽ എനിക്ക് പറയാൻ പറ്റും ഡെൽറ്റ ക്യൂ അല്ലേ കുഞ്ഞേ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് പി ഇൻറ്റു ഡെൽറ്റ വി ടൈംസ് ഓക്കെ 5 ബൈ 2 പ്ലസ് 1 എന്ന് വന്നു. സോ ഹിയർ ഡെൽറ്റ ക്യൂ ഈസ് ഗോയിങ് ടു ബി പി ടൈംസ് ഡെൽറ്റ വി ഇൻറ്റു എന്ത് വരും? 7 ബൈ 5 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ അല്ലേ മക്കളെ? ഇതുവരെ ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് കൊടുത്തിരിക്കുന്ന ഹീറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 735 ആണെന്നല്ലേ, വിച്ച് മീൻസ് ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ 735 അല്ലേ, 735 ഈസ് ഈക്വൽ ടു പി ടൈംസ് ഡെൽറ്റ വി ഇൻറ്റു 7 ബൈ 5 എന്ന് വന്നു. വിച്ച് മീൻസ് പി ടൈംസ് ഡെൽറ്റ വി ഈക്വൽ ടു എന്ത് വരും? പി ടൈംസ് ഡെൽറ്റ വി എന്നുള്ളത് എന്തായി? റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പി ടൈംസ് ഡെൽറ്റ വി എന്നുള്ള വാല്യൂ നമ്മൾ കിട്ടാൻ പോകുന്നത് ആസ് 210 എന്നായിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ എനർജി എത്രയാണെന്നാണ്. ശരിയല്ലേ? സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ദേ ഒരു റിലേഷൻ ഇവിടെ കിടക്കുന്നുണ്ടോ? എന്തായിരുന്നു? എഫ് ബൈ 2 ടൈംസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നല്ലേ. സോ ഡെൽറ്റ യു ഈക്വൽ ടു എഫ് എന്നുള്ളത് 5 ആയിരുന്നു. സോ 5 ബൈ 2 ടൈംസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളത് എന്താണ് മക്കളെ കിട്ടിയത്? 210 എന്ന് കിട്ടി. ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 525 ആയിരിക്കും. ജൂളാണേ മക്കളെ. ഓക്കെ അല്ലേടാ? കുഞ്ഞുങ്ങളെ ക്ലിയർ ആണോ? മക്കളെ ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? ലൈവിലുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ പോയി ഹെൻറി?
ഹൃഷികേഷ്, ബ്രഹ്മദത്ത്, എവിടെ പോയി മക്കളെ? മുഹമ്മദ് ഹാഷിർ, എല്ലാവരും എന്ത് ചെയ്യേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് നമ്മൾ പോവുകയാണ്. All right. So, question number 22. According to the law of equipartition of energy, the molar specific heat of a diatomic gas at constant volume where the molecule has one additional vibrational mode. നോക്കിക്കേ, ഇവിടെ ഒരു അഡീഷണൽ വൈബ്രേഷൻ മോഡ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ. സർ PV അല്ലേ വന്നിട്ട്? അല്ല, ചേഞ്ച് ഇൻ എനർജി. Seven by 5. ഒരു മിനിറ്റ് നമുക്ക് നോക്കാം. Four last step. ഓക്കെ, അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോറി. മാറി വരും. P × ഡെൽറ്റ V എന്നുള്ളത് 525 എന്ന് വരണം. P × ഡെൽറ്റ V എന്നുള്ളത് 525 വന്നു. ദാറ്റ് മീൻസ് ഡെൽറ്റ U എന്നുള്ളത് 525 അല്ലേ, ഇൻറ്റു എന്ത് വരണം? ഡിഗ്രി ഓഫ് ഫ്രീഡം 5/2 അല്ലേ? യെസ്. അവിടെ ഒരു എറർ ഉണ്ട് കേട്ടോ. സോ P × ഡെൽറ്റ V എന്നുള്ളത് നമുക്ക് എന്ത് വരുന്നു? P × ഡെൽറ്റ V എന്നുള്ളത് 525 എന്ന് വരും. P × ഡെൽറ്റ V എന്നുള്ളത് 525 വരും. ആൻഡ് ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരണം? F/2 വരുന്നത്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 525 ഇൻറ്റു 5/2 വരണം. ഇപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? ആനന്ദ്, ബ്രഹ്മദത്ത്, ഓക്കെ. യെസ്. ഐ ഗോട്ട് ഇറ്റ്. അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. 7/5 അല്ല, 7/2 ആണ് വരേണ്ടത്. സോറി. ഓ മൈ ഗോഡ്, 7/2. സോ അപ്പോൾ എന്ത് വരുന്നു? ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു അല്ലേ, ഡെൽറ്റ Q എന്നുള്ളത് എത്രയായിരുന്നു? 735. സോ 735 ഇൻറ്റു 2 ഓൾ ഡിവൈഡഡ് ബൈ 7, ദാറ്റ് ഈസ് ഈക്വൽ ടു P × ഡെൽറ്റ V എന്ന് വരും. സോ അങ്ങനെ വരുമ്പോൾ P × ഡെൽറ്റ V എന്നുള്ളത് എത്ര വരും? P × ഡെൽറ്റ V എന്നുള്ളത് നമ്മൾക്ക് കിട്ടേണ്ടത് എത്രയാണ്? 210 അല്ലേ? എത്ര വരും? 210 വരും. അവിടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നായിരുന്നു. യെസ്. താങ്ക് യു. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. സോറി കേട്ടോ.
പി ഇൻറ്റു ഡെൽറ്റ വി വരും. പിന്നെ അങ്ങോട്ട് കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. അല്ലേ 210 ഇൻറ്റു 5/2 7. ഫൈൻ. മക്കളെ എങ്ങനെയാണ് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 22. According to the law of equipartition of energy, the molar specific heat of a diatomic gas at a constant volume where the molecule has one additional mode of vibration is എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. യെസ് ബ്രഹ്മദത്ത് കറക്റ്റ് ഓപ്ഷനാണ്. ഹൃഷികേഷ് മോനെ ഒന്ന് റീചെക്ക് ചെയ്തേ, ഒന്ന് റീചെക്ക് ചെയ്യുക. അല്ല കുഞ്ഞേ, അല്ല ഹൃഷികേഷ് ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക. നമുക്ക് ടൈമിൻ്റെ ഒരു ഷോർട്ട് ഉണ്ട്, അതുകൊണ്ട് ഇനിയും ഞാൻ തന്നെ ചെയ്യാം. ശ്രദ്ധിച്ച് നിങ്ങൾ. നമുക്കറിയാവുന്ന കാര്യമാണ് മക്കളെ സി സഫിക്സ് വി. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു സി സഫിക്സ് വി അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം, എഫ് ഡിവൈഡഡ് ബൈ 2 ടൈംസ് ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ആണല്ലോ അല്ലേ മക്കളെ? ഫൈൻ. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ്, ഡയാറ്റോമിക് ഗ്യാസ് അല്ലേ കുഞ്ഞുങ്ങളെ? ഡയാറ്റോമിക് ഗ്യാസ് ആണ്. ഫൈൻ. ആ ഒരു കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് റിലേഷൻ എന്ത് എഴുതാൻ പറ്റും, എഫ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5+2. എങ്ങനെയാണ് 5+2 വന്നത്? കാരണം ഇവിടെ 1 അഡീഷണൽ വൈബ്രേഷണൽ മോഡ് ഉണ്ട്. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായി? 7 ആയി. സോ എനിക്ക് പറയാൻ പറ്റും സി സഫിക്സ് വി ഈസ് ഈക്വൽ ടു 7r/2 എന്ന് എഴുതാം. എന്തെഴുതുന്നു? 7r/2 എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. കറക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് സി പി മൈനസ് സി വി ഈക്വൽ ടു എന്താകും? 6 ആകും അല്ലേ? ആണല്ലോ. വിച്ച് മീൻസ് വി നോ ദാറ്റ് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സി പി ഈക്വൽ ടു ഗാമ ടൈംസ് സി വി എന്ന് എഴുതാം. ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഗാമ -1 ഓക്കെ ഇൻറ്റു സി സഫിക്സ് വി എന്നാണ് എന്ത് വന്നൂടാ? ക്യാപിറ്റൽ ആർ എന്ന് വന്നില്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ് ഗാമ ഈസ് ഈക്വൽ ടു 1 + 2/f. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു? ഗാമ -1 ഈക്വൽ ടു 2/f എന്ന് വന്നില്ലേ? ക്ലിയർ അല്ലേ? സോ ഇവിടെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഈ ഒരു റിലേഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എഴുതാൻ പറ്റും സി വി ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ 2 × ആർ എന്ന് വന്നു. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ അല്ലേ കുഞ്ഞേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. നമുക്കിവിടെ എഫിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 7 അല്ലേ? ആണല്ലോ അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരാൻ പറ്റും? ഫൈനൽ ആൻസർ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? ഓപ്ഷൻ ഡി എന്ന് മാർക്ക് ചെയ്യാം. മക്കളെ ക്ലിയർ ആണല്ലോ? സംശയം വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ അടുത്ത ക്വസ്റ്റിനോട്ട് വരിക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ, വളരെ ഈസിയാണ്. കാരണം നമ്മളിവിടെ ആ റിലേഷനോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അത് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇതിലോട്ട് എത്താനായിട്ട് പറ്റും. എ ഗ്യാസ് ഹാസ് സ്മോൾ ലെറ്റർ n ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സർ കൊളീഷൻ എന്ന ടോപ്പിക്കിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും. ജാവ സിംപ്ലി എന്ന ആരോ എന്തോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതിലോട്ട് വരാം. ഈ ക്വസ്റ്റിനോട്ടൊന്ന് നോക്കിയേ. എ ഗ്യാസ് ഹാസ് n ഡിഗ്രി ഓഫ് ഫ്രീഡം. ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ടു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്.
സി പി ബൈ സി വി ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സി പി ബൈ സി വി? സി പി ബൈ സി വി ഈക്വൽ ടു ഗാമയാണ് നമ്മൾക്കറിയാം. ഗാമയും ഡിഗ്രി ഓഫ് ഫ്രീഡവുമായിട്ടുള്ള റിലേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഗാമ ഈക്വൽ ടു 1 + 2/f അല്ലേ? ആണല്ലോ, ശരിയല്ലേ കുഞ്ഞേ? അപ്പോൾ നമ്മളിത് റീഅറേഞ്ച് ചെയ്താണ് എന്ത് വരും? റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് f + 2/f എന്ന് വരത്തില്ലേ? അല്ലേ? ബ്രഹ്മദത്ത് മോനെ അറിയാവുന്നത് വളരെ ഈസി ആയിട്ടുള്ളത് തെറ്റിക്കാത്തടാ. അല്ല ഓപ്ഷൻ അതെ സി അതെ കറക്റ്റാണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി വി അല്ലേ? സി വി ഡിവൈഡഡ് ബൈ സി പി ആണ്. സി വി ഡിവൈഡ് ബൈ സി പി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, സി വി ഡിവൈഡഡ് ബൈ സി പി ആണ്, വിച്ച് മീൻസ് 1/γ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എഫ് പ്ലസ് 2. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. കിട്ടിയല്ലേ? അതെ നമ്മളോട് സി പി ബൈ സി വി അല്ല ചോദിച്ചിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സി പി ബൈ സി വി അല്ല ചോദിച്ചിരിക്കുന്നത്, സി പി ബൈ സി വി ആണ് എന്ത്? ഗാമ എന്ന് പറഞ്ഞാൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം സി വി ബൈ സി പി ആണ്. ദാറ്റ് ഷുഡ് ബി 1/γ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ശ്രദ്ധിച്ച മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്: 2 ideal polyatomic gas at temperature T1 and T2 are mixed so that there is no loss of energy. If F1 and F2, M1 and M2, N1 and N2 be the degree of freedom, mass and number of molecules of the first and second gas respectively, then the temperature of the mixture of these two gases എത്രയാണെന്നാണ് ചോദ്യം. ടെമ്പറേച്ചർ ഓഫ് ദ മിക്സർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. ശരിയല്ലേ? ആണല്ലോ മക്കളെ? യെസ് ഹെൻറി, കറക്റ്റാണ്. അപ്പം നിങ്ങൾ നോക്കുക, എനർജിക്കകത്ത് ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി എന്തായിരിക്കണം? യു മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്. ആണല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ജനറൽ എക്സ്പ്രഷൻ എന്ത് പറയുന്നു? യു ഈക്വൽ ടു എഫ് ബൈ 2 ടൈംസ് ക്യാപിറ്റൽ എൻ ഇൻറ്റു ആർ ഇൻറ്റു എന്തായിരിക്കണം? ടി ആയിരിക്കണം. ശരിയല്ലേ? ആണല്ലോ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, ജനറൽ എക്സ്പ്രഷനോട്ട് വന്നേ. എഫ് വൺ അതായത് രണ്ട് സ്പെസിമെൻ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുന്നു. സോ F1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഓക്കെ, നമ്പർ ഓഫ് മോൾസിന് ഞാൻ കൊടുക്കാൻ പോകുന്നു സ്മോൾ ലെറ്റർ N1 ടൈംസ് R ഇൻറ്റു T1 പ്ലസ് ഡിഗ്രി ഓഫ് ഫ്രീഡം F2 ബൈ 2 ഇൻറ്റു N2 ഇൻറ്റു ക്യാപിറ്റൽ R ടൈംസ് T2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, F1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു N1 ടൈംസ് ക്യാപിറ്റൽ R ഇൻറ്റു T പ്ലസ് F2 ബൈ 2 ഇൻറ്റു N2 ടൈംസ് ക്യാപിറ്റൽ R ഇൻറ്റു T. കമ്പൈൻഡ് ആയിട്ട് പോയി, അതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഞാൻ കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ? ക്യാപിറ്റൽ ആർ എല്ലായിടത്തു നിന്നും കട്ടായി പോകും. ശരിയല്ലേ? അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നിന്നിട്ട് 2 എല്ലായിടത്തു നിന്നും ക്യാൻസലായി പോകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് നമ്മൾക്ക് കോമൺ ആയിട്ടുള്ളത്? റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ളത് F1 അല്ലേ? F1 ഇൻറ്റു N1 പ്ലസ് F2 ഇൻറ്റു N2 ടൈംസ് ക്യാപിറ്റൽ T ഈക്വൽസ് ടു എന്ത് വരണം? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ F1 ഇൻറ്റു N1 ടൈംസ് T1 അല്ലേ, പ്ലസ് F2 ഇൻറ്റു N2 ടൈംസ് T2 എന്ന് വരും. റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്ത് വരും കുഞ്ഞുങ്ങളെ? F1 N1 ഇൻറ്റു T1 പ്ലസ് F2 N2 ഇൻറ്റു T2 ഓൾ ഡിവൈഡഡ് ബൈ N1 F1 പ്ലസ് N2 ഇൻറ്റു F2 എന്ന് വരും. മക്കളെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ?
അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 25. Again, mean free പാത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. In a dilute gas at pressure P and temperature capital T, the mean time between successive collision for a molecules vary with temperature T as. Okay, temperatureum mean free time, mean time, അതായത് രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയ്ക്കുള്ള മീൻ ഫ്രീ ടൈം തമ്മിലുള്ള റിലേഷൻ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ നമുക്ക് നോക്കാം. രണ്ട് പേര് ബ്രഹ്മദത്ത് അതുപോലെ തന്നെ ഹെൻറി ആൻസർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ലാംഡ ഈക്വൽസ് നോക്കിയ കുഞ്ഞുങ്ങളെ, ലാംഡ ഈക്വൽസ് നമുക്കറിയാവുന്ന റിലേഷനാണ് 1 divided by under root of 2 times pi d square into n. അതുപോലെ തന്നെ വി ആർ എം എസ് നമുക്കറിയാം റിലേഷൻ എന്താണ് പറയുന്നത്, അണ്ടർ റൂട്ട് ഓഫ് 3RT ബൈ ക്യാപിറ്റൽ എം. ഇനിയും രണ്ട് സക്സസീവ് കൊളീഷൻ ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്നതാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ ഡിസ്റ്റൻസ് ട്രാവൽ ദറ്റ് ഈസ് ലാംഡ ഡിവൈഡഡ് ബൈ എന്തായിരിക്കണം, VRMS ആയിരിക്കണം. ശരിയല്ലേ? ദാറ്റ് മീൻസ് ലാംഡാൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ് ലാംഡ എന്ന് പറയുന്നത്? 1 ഡിവൈഡഡ് ബൈ അല്ലേ കുഞ്ഞുങ്ങളെ അണ്ടർ റൂട്ട് ഓഫ് 2 ഇൻറ്റു പൈ ഡി സ്ക്വയർ എൻ എം. അതുപോലെ തന്നെ VRMS എന്ന് പറയുന്നത് എത്രയാണ്? VRMS എന്ന് പറയുന്നത് അണ്ടർ റൂട്ട് ഓഫ് അല്ലേ, നമ്മളിതിനെ റെസിപ്രോക്കൽ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നതിന് പകരം. സോ M ഡിവൈഡഡ് ബൈ 3R ഇൻറ്റു T എന്ന് വന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ടോ ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഈ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കോൺസ്റ്റൻ്റ് ആണ് എക്സെപ്റ്റ് ടെമ്പറേച്ചർ അല്ലേ. സോ കോൺസ്റ്റൻറ്റ് ടൈംസ് 1 ബൈ അണ്ടർ റൂട്ട് T എന്ന് വന്നില്ലേ. സോ ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് ഓഫ് T എന്ന് വരും. മക്കൾക്ക് മനസ്സിലായോ? കുറച്ച് പേര് ആൻസർ പറയാൻ ശ്രമിച്ചുവെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ എങ്ങനെയാണ് ആ റിലേഷനിലോട്ട് എത്തിയെന്ന് മനസ്സിലായോ മക്കളെ? ഹാഷിർ, ഹെൻറി, ബ്രഹ്മദത്ത്. മക്കളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയണം. ഓക്കെ ഋഷികേഷ്, ഗ്രേറ്റ്, പെർഫെക്റ്റ്. മക്കളെ അടുത്തത് സോ നമ്മൾ KTGൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചേ. അതെന്ത് ഇതിനകത്തൊക്കെ എന്ത് അക്നോളജ് ചെയ്യാനായിട്ടുള്ളതാണ്? പുതിയതായിട്ടുള്ളൊരു കാര്യം, അതായത് ടെമ്പറേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ എങ്ങനെ വന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലേ, അത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അതല്ലേ മക്കളെ നമ്മൾ ഈ ഒത്തുകൂടിയതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത്. സർ 2025 JEE എന്ന് തുടങ്ങും മോനെ. അതിനായിട്ട് സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ സ്റ്റേ ട്യൂൺഡ്. അതുമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ NS മാം നിങ്ങൾക്ക് ഓൺ ടൈം ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിലും KTGയിലും മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആൻഡ് വി വിൽ ബി സോ ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ്. ശ്രദ്ധിക്കാം. അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 26 എന്താണ് പറയുന്നത് നോക്കിയേ. 1 kilogram of water at 100 degrees Celsius is converted into steam at 100 degrees Celsius by boiling at atmospheric pressure. The volume of water changes from 1 into 10 to the power minus 3 meter cube as a liquid to 1.671 meter cube as steam. Okay, the change in internal energy of the system during the process will be എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം.
വെള്ളം എന്ന് പറയുന്നത് ലൈക്ക് 1 kg വാട്ടർ എന്ന് പറയുന്നത് ഇനിഷ്യലി എത്ര ടെമ്പറേച്ചറാണോ ഉള്ളത്? 100 ഡിഗ്രി സെൽഷ്യസിലാണോ ഉള്ളത്? ഇറ്റ് ഈസ് ഇനിഷ്യലി അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷമാണ് 100 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വെള്ളമാണ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കൺസ്യൂം ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും കുഞ്ഞുങ്ങളെ? ഹീറ്റ് കൺസ്യൂം ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഹീറ്റ് കൺസ്യൂം ചെയ്ത് നമ്മൾക്കറിയാം, ഈ പറയുന്ന ലേറ്റൻ ഹീറ്റിനെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ലേറ്റൻ ഹീറ്റ് ക്യാൻസലേഷൻ അല്ല, സോറി, ലേറ്റൻ ഹീറ്റ് എന്താണ് ഞാൻ പറയുന്നത്? ലേറ്റൻ ഹീറ്റ് ക്യാൻസലേഷൻ അല്ല, നമ്മളൊരു സ്റ്റീമുണ്ട്, എന്ത് പറയുന്നു, സ്റ്റീമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വെള്ളം, വിച്ച് ഈസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ശരിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെൽറ്റ ക്യൂ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? ഇവിടുത്തെ ലേറ്റൻ ഹീറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2257 അല്ലേ, ഇൻറ്റു 1 kg ആണല്ലോ. ബിക്കോസ് ഇറ്റ് വാസ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം ഓഫ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ ഇവിടെ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? സോ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലേറ്റൻ ഹീറ്റ് ആണല്ലോ, Q upon M. Q upon എന്ന് പറയുന്നത് എന്തായിരിക്കും? ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആയിരിക്കും. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആദ്യമേ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. സോ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കറിയാവുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. എന്താണത് പറയുന്നത്? ഡെൽറ്റ ക്യൂ അല്ലേ കുഞ്ഞുങ്ങളെ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എന്ത് വരും? പി ടൈംസ് ഡെൽറ്റ വി എന്ന് വരും. ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 2257 അല്ലേ, ഇൻറ്റു ഇവിടെ ഒരു 10⁻³ ഉണ്ടല്ലോ, ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഫൈൻ. ഇനിയും നമ്മൾ നോക്കേണ്ടത് വർക്ക് ഡൺ എത്രയാണെന്നുള്ളതാണ്. ശരിയല്ലേ? വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഇൻറ്റു ഡെൽറ്റ വി അല്ലേ? ആണല്ലോ കുഞ്ഞുങ്ങളെ, പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. ശരിയല്ലേ? ഫൈൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ഡെൽറ്റ വി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വോളിയമാണ്. ശരിയല്ലേ? അവിടെ നിന്നാണ് ഈ ഒരു വോളിയത്തിലോട്ട് മാറിയിരിക്കുന്നത്. സോ ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ എന്ത് വരും കുഞ്ഞുങ്ങളെ? അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1.671 എന്ന് തന്നെ എടുക്കാം. ആണല്ലോ? ശരിയല്ലേ? അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? ഫൈൻ. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 1.671 ഇൻറ്റു 10⁻³ എത്രയാണ്? 3 ആണ്. ഓക്കെ ആണല്ലോ? ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? സോ ഫൈനൽ എക്സ്പ്രഷനോട്ട് വന്നേ. ഫൈനൽ എക്സ്പ്രഷൻ എന്ത് പറയുന്നു? ഡി യു ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഈസ് ബീങ് ടേക്കിംഗ് പ്ലേസ് അറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ആണല്ലോ? അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1 × 10⁻5 വരണം. ശരിയല്ലേ? സോ ഡി യു ഈസ് ഈക്വൽ ടു, സോ വോളിയത്തിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. സോ ഡി യു ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഡി യു ഈസ് ഈക്വൽ ടു നമ്മുടെ ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ശരിയല്ലേ? അതെത്രയാണ്? 22 × 2257 × 10⁻³ അല്ലേ? ആണല്ലോ? അങ്ങനെയാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു നമ്മൾക്കറിയാം 2257 × 10⁻³ അല്ലേ, പ്ലസ് അല്ലല്ലോ സോറി നോക്കിയാൽ മക്കളെ, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. ഇവിടുന്ന് ഇൻറ്റേർണൽ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് വരും. ശരിയല്ലേ? ഡെൽറ്റ ക്യൂ എന്നുള്ളത് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? 2257 × 10⁻³ ആണല്ലോ, മൈനസ് 1 അറ്റ്മോസ്ഫറിക് പ്രഷറാണ് പ്രഷർ എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 × 10⁻5 മൾട്ടിപ്ലൈഡ് ബൈ 1.671 എന്ന് പറയും. ശരിയാണല്ലോ? ക്ലിയർ അല്ലേ? സർ ഒരു ഡൗട്ട്, ലാംഡ ടൗ ടെമ്പറേച്ചർ മനസ്സിലായില്ല മോനെ, അതെന്താണെന്ന് നീ ചോദിച്ചെന്നുള്ളത്. സോ ഡെൽറ്റ യു എന്നുള്ള റിലേഷൻ നമുക്ക് എന്ത് വരുന്നു? ഡെൽറ്റ യു എന്നുള്ള റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ 2257 ഓക്കെ
നമ്മൾ ലൈക്ക് 10 to power 5 എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡെസിമൽ ഇട്ട് കൊടുക്കുക. 2257 ഇൻറ്റു ഇതെന്ത് വരടാ 10 to power 5 എന്ന് വരത്തില്ലേ, മൈനസ് 1.67 ഇൻറ്റു ഇവിടെയും വരും 10 to power 5 എന്ന് വരും. സോ ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20.9 ഇൻറ്റു 10 to power 5 എന്ന് വരും ആണല്ലോ. സോ ഇതിനെ 10 to power 3ൻ്റെ ലൈക്ക് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 0 മുന്നിലോട്ട് ജമ്പ് ചെയ്യും. ദാറ്റ് മീൻസ് 2090 ഇൻറ്റു 10 to power 3 എന്ന് വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാംഡ എന്ന് പറഞ്ഞ റിലാക്സേഷൻ ടൈം ആകുഞ്ഞേ. ഈ ക്വസ്റ്റിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിനോട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 27. ക്വസ്റ്റ്യൻ നമ്പർ 27 ശ്രദ്ധിച്ചേ. എ ഗ്യാസ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ ടു ബി via two different processes ACB and ADB. When the path ACB is used, 60 joule of heat flows into the system and 30 joule of work is done by the system. ഞാൻ വരാം, അതിലോട്ട് വരാം. A gas can be taken from A to B via two different processes ACB and ADB. When the path ACB is used, 60 joule of heat flows into the system and 30 joule of work is done by the system. If path ADB is used, work done by the system is 10 joule എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the heat flows into the path in ADB process. അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു തെർമോഡൈനമിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ആ തെർമോഡൈനമിക് പ്രോസസ്സിനകത്ത് 2 പാത്താണുള്ളത്. ഒന്ന് നമ്മൾക്ക് ACB എന്നുള്ള പാത്ത് ഫോളോ ചെയ്യുമ്പോൾ രണ്ടാമത് നമ്മൾ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ADB ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ACB എന്ന് പറയുന്ന പാത്തിനകത്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ സപ്ലൈ ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 60 ജൂളും അവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 30 ജൂളുമാണ്. ADB എന്ന് പറയുന്ന കേസ്, അതായത് ADB എന്ന് പറയുന്ന ACBൻ്റെ കേസാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സോ ADB എന്നുള്ള പാത്തിൽ കൊടുക്കുന്ന ഹീറ്റ് എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണെന്ന് നമ്മൾക്ക് അറിയില്ല, നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 10 ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 2 കേസിലും അതായത് ACB എന്ന് പറയുന്ന പാത്തിലൂടെ പോകുന്ന കേസിലും അതുപോലെ തന്നെ ADB എന്ന് പറയുന്ന പാത്തിലൂടെ പോകുന്ന കേസിലും ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്താണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സെയിം ആണ്. ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ എനർജിക്കകത്ത് മക്കളെ യാതൊരു ചേഞ്ചുമില്ല, ഇൻറ്റേർണൽ എനർജിക്കകത്ത് ചേഞ്ച് ഒന്നുമില്ല ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പിടിച്ചേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്, ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഫസ്റ്റ് കേസിൽ കൊടുക്കുന്ന ഹീറ്റ് എത്രയാണ് മക്കളെ, 60 അല്ലേ. സോ 60 ഈക്വൽ ടു ഡെൽറ്റ യു ഇൻ ദ ഫസ്റ്റ് കേസ്, ഏത് ACB പ്ലസ് വർക്ക് ഡൺ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കേസിൽ. രണ്ടാമത്തെ കേസിൽ കൊടുക്കുന്ന ഹീറ്റ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനെ ഡെൽറ്റ ക്യൂ എന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ യു അല്ലേ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ADB ആയിരിക്കണം. പ്ലസ് വർക്ക് ഡൺ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ, വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഡൺ എന്ന് പറയുന്നത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ. സോ ഇൻറ്റേർണൽ എനർജി രണ്ടിൻ്റെയും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെയിം ആയിട്ട് വരേണ്ടതുകൊണ്ട് തന്നെ, അത് ഞാൻ പറഞ്ഞല്ലോ ഇവർ തമ്മിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇല്ല. അതായത് രണ്ടിൻ്റെയും ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരണം. ഇൻറ്റേർണൽ എനർജി 2 കേസിലും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇൻ ദ പാത്ത് ഓഫ് ACB must be same as that of the change in internal energy once it was taken through the path ADB. സോ നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 60 മൈനസ് 30 അല്ലേ കുഞ്ഞേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരണം അവിടെ, ഡെൽറ്റ ക്യൂ മൈനസ് 10 എന്ന് വരണം.
ആണല്ലോ. ഇവിടെ എന്ത് വരും? 30 + 10 = ഡെൽറ്റ ക്യൂ എന്ന് വരും. ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ = എത്ര വന്നു? 40 എന്ന് വന്നു. മുഹമ്മദ് ഹാഷിർ ഓക്കെ ആണ് മോനെ, കറക്റ്റാണ്. 40 ഓപ്ഷൻ 40 യെസ്. ഡാർവിനേടാ നീ മുങ്ങിയില്ല, ഇപ്പോഴല്ലേ നീ വന്നത്? എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര ക്വസ്റ്റ്യൻ നമ്മൾ മുന്നോട്ട് പോയി? ആനന്ദ് കറക്റ്റാണ് മോനെ. ഇപ്പം എല്ലാവരും ഒന്ന് ആക്റ്റീവായല്ലോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരിക്കും അല്ലേ? ഓക്കെ ഫൈൻ. അങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ. An insulated container of gas has two chambers separated by an insulating partition. One of the chamber has volume V1 and contains an ideal gas at pressure P1. Okay, and temperature T1. The other change has volume V2, contains ideal gas at pressure P2 and temperature T2. If the partition is removed without doing any work on the gas, the final equilibrium temperature of the gas in the container will be എത്രയാണെന്ന് ചോദിക്കുന്നു. ഇൻസുലേറ്റിംഗ് പാർട്ടീഷൻ ആണ് ഉള്ളത്. ഓക്കെ, സോ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നടക്കില്ല. അതെ. സർ, ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻ ടു ദ സിസ്റ്റം പ്ലസ് ക്യൂ ബൈ ദ സിസ്റ്റം. മോനെ നമ്മൾ കൊടുത്ത ഹീറ്റായിരുന്നു അത്. സോ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് രണ്ട് പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രഹ്മദത്ത് ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ സിസ്റ്റത്തിന് കൊടുത്തു, അത് അബ്സോർബ് ചെയ്തു. അത് അബ്സോർബ് ചെയ്തതിന് ശേഷം ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യുവും വർക്ക് ഡൺ എന്ന് പറയുന്നത് P × ഡെൽറ്റ വിയുമാണ്. ഓക്കെ, സ്ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മനസ്സിലാകുന്നുണ്ടല്ലോ മക്കളെ? ഹീറ്റ് നമ്മൾ വി ആർ സപ്ലൈയിങ് ദ ഹീറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ. കൊടുക്കുന്ന ഹീറ്റാണ് ഡെൽറ്റ ക്യൂ. ആ കൊടുക്കുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂവിനെ രണ്ട് പാർട്ടായിട്ട് യൂസ് ചെയ്യുകയാണ്, വർക്ക് ചെയ്യാനായിട്ടും ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് ചേംബർ ആണുള്ളത് അല്ലേ? രണ്ട് ചേംബർ. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1, വോളിയം എന്ന് പറയുന്നത് V1, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1. ടോട്ടൽ ഇൻറ്റേർണൽ ചേഞ്ച് നമ്മൾ സീറോ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ എന്താ പറയുക, U1 നിന്നിട്ട് U2. ഒരു സൈക്ലിക് പ്രോസസ്സ് അല്ല കുഞ്ഞേ മോനെ, ഇത് സൈക്ലിക് പ്രോസസ്സ് അല്ല. ഡാർവിൻ നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ACB എന്ന് പറയുന്ന ഒരു പാത്ത് പോകുന്നു, അടുത്തതാണ് ADB. രണ്ടും രണ്ട് പാത്താണ്. ദിസ് ഇസ് നോട്ട് എ സൈക്ലിക് പ്രോസസ്സ്. എയിൽ നിന്നിട്ട് തുടങ്ങി എയിലോട്ട് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എയിൽ നിന്നിട്ട് തുടങ്ങി ബിയിലോട്ട് എത്തുകയാണ് ത്രൂ ഡിഫറെൻറ്റ് പാത്ത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. നോക്കിയ മക്കളെ, ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് എന്താണ്? ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കണം? സെയിം ആയിട്ട് നിൽക്കണം അല്ലേ? ആണല്ലോ. സോ ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ഹാസ് ടു ചേംബേഴ്സ് സെപ്പറേറ്റഡ് ബൈ an insulating partition. One of the chamber has a volume V1 and contains an ideal gas at pressure P1 and temperature T1. The other chamber has volume V2 and contains ideal gas at pressure P2 and temperature T2. If the partition is removed without doing any work on the gas, the final equilibrium temperature എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കണം മക്കളെ? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ഇൻറ്റേർണൽ എനർജി മസ്റ്റ് ബി എന്ത്? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചേ. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻറ്റേർണൽ എനർജി, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി സെയിം ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും മ്യൂ ടൈംസ് അല്ലേ കുഞ്ഞുങ്ങളെ? μ1 ×
specific heat at constant volume. So internal energy and constant at specific heat at constant volume of specimen 1 into temperature T1 plus mu2 times C suffix V into 2 C suffix V2 into T2, that must be equal to mu1 plus mu2 into T times C suffix V3 എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, ഒരേ ടൈപ്പിലുള്ള ഗ്യാസല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും സി സഫിക്സ് CV1 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു CV2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും CV3 ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് CV നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കിയ കുഞ്ഞുങ്ങളെ, ഇവിടെ നമ്മൾ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും CV എല്ലായിടത്തുനിന്നും ക്യാൻസൽ ആയി പോകും അല്ലേ? ആണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തായി, mu1 into T1 plus mu2 into T2 that is equal to mu1 plus mu2 times capital T എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ടീൻ്റെ വാല്യൂ എന്ത് വരുടാ, mu1 T1 ഓക്കെ പ്ലസ് mu2 T2 ഓൾ ഡിവൈഡഡ് ബൈ mu1 പ്ലസ് mu2 എന്ന് വരത്തില്ലേ? ഇതുവരെ മക്കൾക്ക് ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, മ്യൂ ക്യാൻ ബി റിട്ടൺ ആസ് അല്ലേ കുഞ്ഞുങ്ങളെ PV അല്ലെ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മൾക്കറിയാവുന്നതാണ് PV ഈക്വൽ ടു മ്യൂ RT അല്ലേ? ആണല്ലോ. സോ മ്യൂ ക്യാൻ ബി റിട്ടൺ ആസ് എന്ത് വരും? മ്യൂ ക്യാൻ ബി റിട്ടൺ ആസ് മ്യൂ ഈസ് ഈക്വൽ ടു PV അപ്പോൾ എന്ത് വരും ഇവിടെ? R into T എന്ന് വരും. സോ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ആ ജനറൽ എക്സ്പ്രഷനിൽ ഈ വാല്യൂസ് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത് ചെയ്യേ എല്ലാവരും? സോ അങ്ങനെയാണെങ്കിൽ ടീൻ്റെ വാല്യൂ എന്ത് തോന്നുന്നു? T ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ? mu1 വരെ എന്തായി? mu1 വരെ എന്തായി പറഞ്ഞേ? P1 V1 ഡിവൈഡഡ് ബൈ R into T1 ടൈംസ് T1 പ്ലസ് ഇവിടെ എന്ത് വരും? P2 V2 ഓൾ ഡിവൈഡഡ് ബൈ R into T2 അല്ലേ? ഇൻറ്റു T2 എന്ന് വന്നു ഡിവൈഡഡ് ബൈ mu1 വരെ എന്ത് വരുന്നു? P1 V1 ഡിവൈഡഡ് ബൈ R into T1 പ്ലസ് P2 V2 ഓൾ ഡിവൈഡഡ് ബൈ R into T2 എന്ന് വരത്തില്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും T1 ഇവിടുന്ന് കട്ടായി പോകും, T2 ഇവിടുന്ന് കട്ടായി പോകും. ശരിയല്ലേടാ? R എല്ലായിടത്തുനിന്നും കട്ടായി പോയിക്കോളും, ആറും എല്ലായിടത്തുനിന്നേയും കട്ടായി പോകും. ശരിയല്ലേ? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എന്തുണ്ടാകും? ന്യൂമറേറ്ററിൽ P1 V1 പ്ലസ് P2 V2 അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ P1 V1 ഇൻറ്റു T2 പ്ലസ് P2 V2 ഇൻറ്റു T1 ഓക്കെ. ഇനിയും ഇതിൻ്റെ ഡിനോമിനേറ്റർ ഉണ്ടാകും ഒരു T1 T2, അത് മുകളിലോട്ട് പോകും. സോ T1 ടൈംസ് T2. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ അല്ലേ? ഓപ്ഷൻ എ വരണം. മുഹമ്മദ് ഹാഷിർ കറക്റ്റാണ്. ബ്രഹ്മദത്ത് മോനെ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? ഹൃഷികേശ് എവിടെ? ഡാർവിൻ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, 29ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ഇനിഷ്യൽ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആർ P0 and V0. The final pressure of the gas is when the gas is suddenly compressed to V/4 will be എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആണോ മോനെ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാവുന്നതാണ് ഇവിടെ ഒരു സഡൻ കംപ്രഷനാണ് ഇവിടെ നടക്കുന്നത്. ശരിയല്ലേ? സോ സഡൻ കംപ്രഷനാണ് നടക്കുന്നത്, വിച്ച് മീൻസ് എന്ത് സമയം കിട്ടില്ല, ഈ സിസ്റ്റത്തിന് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. ശരിയാണല്ലോ? ബിക്കോസ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, when the gas is suddenly compressed means we are not having enough time to exchange the heat. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡിയാബാറ്റിക് പ്രോസസ്സ് ആയിരിക്കും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും P1 V1 അല്ലേ? അഡിയാബാറ്റിക് പ്രോസസ്സ് എന്താണ്? PV⁻⁴ എന്താണ് കുഞ്ഞുങ്ങളെ?
കോൺസ്റ്റൻ്റ് എന്നല്ലേ നമ്മൾ എഴുതുക ആണല്ലോ. വിച്ച് മീൻസ് P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു എന്തായിരിക്കണം? P2 V2 റേസ് ടു ഗാമ ആയിരിക്കണം. ശരിയല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനിഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P0 ആണെന്നും ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? V0 ആണെന്നും അല്ലേ? സോ P0 V0 റേസ് ടു ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു അല്ലേ? വോളിയം എന്ന് പറയുന്നത് എത്ര കംപ്രസ്ഡ് ആക്കിയ? ക്വിക്ക്ലി ഇറ്റ് ഈസ് കംപ്രസ്ഡ് ടു എ വോളിയം ഓഫ് V0/4 എന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. സോ V0/4 ആയി റേസ് ടു ഗാമ എന്ന് എഴുതാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾ നോക്കിക്കുക മക്കളെ, നമുക്കിത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ P0 V0 റേസ് ടു ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരണം? P2 ഇൻറ്റു അല്ലേ V0 റേസ് ടു ഗാമ ഓൾ ഡിവൈഡഡ് ബൈ 4 റേസ് ടു ഗാമ എന്ന് പറയണ്ടേ കുഞ്ഞ്? ഇതിവിടെ കട്ടായി പോകും ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കേ, P2 ഈസ് ഈക്വൽ ടു 4 ടു പവർ ഗാമ ടൈംസ് P0 എന്ന് വരും. ഓപ്ഷൻ എ. അതെ 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 ഒന്നിനകത്തൊരു -1 വരേണ്ടത് അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. ഡാർവിൻ കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഹാരൺ, ഡാർവിൻ്റെ ശരിക്കുള്ള പേര് ഹാരൺ. അയ്യോ വേറെ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഹെൻറി കറക്റ്റാണ്. 4 P0 റേസ് ടു ഗാമ. മുഹമ്മദ് ഹാഷിർ കറക്റ്റാണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കിക്കേ. ഇൻ ആൻ ഐസോതെർമൽ ചേഞ്ച് ദ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഫോർ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ T3, T2 ആൻഡ് T1. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. T3 ഈസ് ഗ്രേറ്റർ ദാൻ T1 ഗ്രേറ്റർ ദാൻ T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും ഈ പറഞ്ഞ കണ്ടീഷനിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ടൈപ്പ് ചേഞ്ച് ആണ് കുഞ്ഞുങ്ങളെ ഇവിടെ നടക്കുന്നത്? ഒരു ഐസോതെർമൽ ചേഞ്ച് ആണ്. എന്താണ്? ഒരു ഐസോതെർമൽ ചേഞ്ച് ആണ്. ഓക്കെ, ഐസോതെർമൽ ചേഞ്ച് ആണ്. വിച്ച് മീൻസ് ഐഡിയൽ ഗ്യാസ് റിലേഷൻ തന്നെ എടുത്ത് പിടിക്കുക. PV ഈക്വൽ ടു എന്തെന്ന് എഴുതാം മക്കളെ? μRT എന്നല്ലേ ആണല്ലോ. സോ ഐസോതെർമൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വിൽ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എനിക്ക് പറയാൻ പറ്റും P ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഡാർവിൻ കറക്റ്റാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഓപ്ഷൻ 2 വരത്തില്ല, അതുപോലെ തന്നെ ഓപ്ഷൻ 4 വരത്തില്ല. കാരണം ഇതിനകത്ത് രണ്ടിനകത്തും ഈ റിലേഷൻ മാറ്റർ ചെയ്യില്ല. ശരിയല്ലേ? പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏത് കർവിനകത്താണ് ഏരിയ കൂടുതൽ വരുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ആയിരിക്കും ടെമ്പറേച്ചർ കൂടുതൽ. ശരിയല്ലേ? അല്ലേ കുഞ്ഞുങ്ങളെ? ടെമ്പറേച്ചർ ഏരിയ ഏത് കർവിൻ്റെ അടിയിലാണ് ഏരിയ എന്നുള്ളത് കൂടുതൽ കവർ ചെയ്യുന്നതെന്ന് വരണം ആണല്ലോ. ബിക്കോസ് നമ്മൾക്കറിയാം P ടൈംസ് DV എന്ന് പറയുന്നത് എന്തായിരിക്കും? P ടൈംസ് DV എന്ന് പറയുന്നത് എന്തായിരിക്കും? P ടൈംസ് DV എന്ന് പറയുന്നത് ഡെൽറ്റ T എന്ന് പറയാൻ പറ്റില്ലേ? സോ ടെമ്പറേച്ചർ ചേഞ്ച് അല്ലേ ഇത് പറയുന്നത് ആണല്ലോ. സോ അങ്ങനെ വരുമ്പോൾ ഏരിയ നോക്കുമ്പോൾ എന്തായിരിക്കും മക്കളെ കുഞ്ഞുങ്ങൾ വരുന്നത്? ഏരിയ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ്, അതായത് ഇവിടെ T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 എന്ന് പറയുന്നുണ്ട് അല്ലേ? സോ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ഏതായിരിക്കും? ഇത് കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ കവർ ചെയ്യുന്നത് ഇതല്ലേ? പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ കൂടുതൽ ഏതിനാണെന്നാണ് പറഞ്ഞേക്കുന്നത്? T3ക്കാണെന്നല്ലേ? സോ ടെമ്പറേച്ചർ ഏരിയ കവർ ചെയ്യുന്നത് T3 ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയിലെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡാർവിൻ കറക്റ്റാണ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കണം. ഹെൻറി കറക്റ്റാണ്. യെസ് ഫൈൻ. അങ്ങനെയാണല്ലോ മക്കളെ. അടുത്ത ക്വസ്റ്റിനോട്ട് വന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 31 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The pressure P1 and density D1
of a diatomic gas where gamma value is mentioned as 7/5 changes suddenly. So suddenly എന്ന് പറയുമ്പോഴത്തെ കേസ് ഞാൻ ഓൾറെഡി നമ്മൾ റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞു. So suddenly changes to P2 such that P2 is greater than P1 and the new density is D2 എന്ന് പറയുന്നുണ്ട്. So the temperature of the gas increased and becomes dash times of its initial temperature. I repeat, the temperature of the gas increases and becomes dash times its initial temperature. അങ്ങനെയാണ് എങ്കിൽ ആ ഒരു റേഷ്യോ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, D2/D1 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾക്ക് തന്നിട്ടുണ്ട്? 32 എന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? സോ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു അഡിയാബാറ്റിക് പ്രോസസ്സാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് PV⁻γ എന്തായിരിക്കണം കുഞ്ഞുങ്ങളെ? PV⁻γ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ P1 ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ എന്ത് വരെയാടാ? വോളിയം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി അല്ലേ കുഞ്ഞുങ്ങളെ? നമുക്കറിയാവുന്നതാണ് മാസ് ബൈ വോളിയം അതെന്തായിരിക്കും? ഡെൻസിറ്റി ആയിരിക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് വരാം? മാസ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതി കൂടെ? ഓക്കെ, സോ വോളിയത്തിന് നമ്മളിവിടെ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുന്നു. മാസ് ഈസ് ഗോയിങ് ടു ബി ദ കോൺസ്റ്റന്റ് ഓൺലി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ m/d1⁻γ ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ടൈംസ് m/d2 എന്തെന്ന് തോന്നുന്നു? ഗാമ എന്ന് എഴുതി. ഓക്കെ, സോ നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും കുഞ്ഞുങ്ങളെ? P1 ഇൻറ്റു m⁻γ/d1⁻γ ഈക്വൽസ് P2 ഇൻറ്റു m⁻γ/d2⁻γ എന്ന് വരും. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റും P1/P2, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. P1/P2 ഈസ് ഈക്വൽ ടു D1/D2 എന്ത് വരും? ഗാമ എന്ന് വരും. D1/D2 എന്നുള്ളത് എന്താണ്? 1/32 ആണ്. ബിക്കോസ് ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? D2/D1 തന്നിട്ടുണ്ട് അല്ലേ? മുഹമ്മദ് ഹാഷിർ അല്ല മോനെ, അതല്ല റിലേഷൻ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, P1/P2 ഈക്വൽ ടു D1/D2 ഗാമ എന്ന് വന്നു. വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കുക, this എന്ന് പറയുന്നത് 1/32 അല്ലേ? 1/32 ഗാമ എന്ന് പറയുന്നത് എത്രയാണ്? 7/5 അല്ലേ? സോ P1/P2 എന്നുള്ളത് 1/128 എന്ന് വരും. P1/P2ൻ്റെ വാല്യൂ ആണോ കുഞ്ഞേ നീ ചോദിച്ചത്? സോ P1/P2ൻ്റെ വാല്യൂ 1/28 എന്ന് തോന്നും. ഓക്കെ, ഇനി നമ്മൾക്കറിയാവുന്ന കാര്യമാണ് എന്ത്? ഇവിടെ PV ഈക്വൽ ടു μRT എന്നുള്ള റിലേഷൻ ഉണ്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? P1V1 upon P2V2. ഓക്കെ, P1V1 upon P2V2 ഈക്വൽ ടു എന്ത് വരും കുഞ്ഞേ? T1/T2 എന്ന് എഴുതി കൂടെ? ആണല്ലോ. സോ നമ്മൾ ഈ റിലേഷൻ ഇവിടെ എടുക്കുകയാണ്. ആ റിലേഷൻ എടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്ത്, കാരണം നമുക്ക് ടെമ്പറേച്ചർ ആയിട്ടുള്ള റിലേഷനാണ് മോനെ. മുഹമ്മദ് ഹാഷിർ, P1/P2 ആണെങ്കിൽ 1/28 എന്നുള്ള ആൻസർ മോൻ കാൽക്കുലേറ്റ് ചെയ്തത് വളരെ കറക്റ്റാണ്. ഇനി മുന്നോട്ട് പോകാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ മുന്നോട്ടായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ P1/P2 റിലേഷൻ എത്തിയതിന് ശേഷം, കാരണം നമ്മൾക്കറിയാം V1ഉം V2 ആയിട്ടുള്ള റിലേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ശരിയല്ലേ? സോ P1/P2ൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുന്നു. വോളിയത്തിൻ്റെ റിലേഷൻ നമുക്ക് ഡെൻസിറ്റിൻ്റെ റിലേഷനിൽ നിന്നിട്ട് പൊക്കിയെടുക്കാം. പിന്നെ നമുക്ക് T1ലോട്ട് എത്താനായിട്ട് ഭയങ്കര എളുപ്പമാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയ കുഞ്ഞുങ്ങളെ, P1/P2 എന്നുള്ള നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? P1/P2 എന്നുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, 1/28 ആണ്. 1/128 ആണ്. അതുപോലെ തന്നെ V1/V2 എന്നുള്ളത് എന്ത് വരണം? D2/D1 വരണം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 32 എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേ കിടക്കുന്നു. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, T1/T2 എന്നുള്ളത് എന്ത് വന്നു? P1/P2 അല്ലേ ഇൻറ്റു D2/D1 എന്ന് വരും. ദാറ്റ് ഈസ് D2/D1 എന്നുള്ളത് 32 അല്ലേ? P1/P2 എന്നുള്ളത് 128 അല്ലേ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? T2 ഈസ് ഈക്വൽ ടു അല്ലേടാ 128 ഡിവൈഡഡ് ബൈ 32 ടൈംസ്
T1 എന്ന് വരും. സോ T2 ഈക്വൽ ടു എന്ത് വന്നു? 4 ടൈംസ് T1 എന്ന് വന്നു. യെസ്, സിൽമാർ എന്നാണോ? ഡാർവിൻ കറക്റ്റാണ്. മനസ് കറക്റ്റാണ്. ഒരാൾ പേര് മുഹമ്മദ് ഹാഷിർ കറക്റ്റാണ്. മോനെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തെന്ന് കറക്റ്റായിരുന്നു കേട്ടോ, അതിനകത്തൊരു സംശയമില്ല. അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു ഇതിനകത്തോട്ട് വന്നേ ഉള്ളൂ. അതൊരു സെറ്റാണ്, നോ വറീസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, നോക്കിക്കേ. എ സർട്ടൈൻ എമൗണ്ട് ഓഫ് ഗ്യാസ് ഓഫ് വോളിയം ക്യാപിറ്റൽ വി അറ്റ് 27 degrees Celsius temperature and pressure 2 into 10 to the power 7 Newton per meter cube expands isothermally until its volume gets doubled. Okay, later ആദ്യത്തെ isothermal ആണ്. Later it expands adiabatically until its volume get redoubled. വീണ്ടും വോളിയം ഡബിൾ ആകുന്നു. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ദ ഫൈനൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് വിൽ ബി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഫൈനൽ പ്രഷർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് അഡിയാബാറ്റിക് പ്രോസസ്സ് കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഷർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഗാമ ഈക്വൽ ടു എന്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 1/1.5 അല്ലെങ്കിൽ 3/2 എന്ന് നമ്മൾക്ക് എടുക്കാം. സോ ആദ്യമേ നിങ്ങൾ നോക്കുക, ആദ്യമേ ഇവിടെ നടക്കുന്ന എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. അതിനുശേഷമാണ് അഡിയാബാറ്റിക് നടക്കുന്നത്. സോ നമുക്ക് ആദ്യമേ ഐസോതെർമൽ പ്രോസസ്സ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. സോ ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, P1 V1 ഈക്വൽ ടു എന്തായിരിക്കും? P2 V2 ആയിരിക്കും. ഐസോതെർമൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ P1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, വോളിയം എന്ന് പറയുന്നത് V1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു P2 ടൈംസ് വോളിയം ഡബിൾ ആയി എന്നല്ലേ പറയുന്നത്. സോ V2 എന്ന് പറയുന്നത് 2 ടൈംസ് V1 നമുക്ക് കൊടുക്കാം. ശരിയല്ലേടാ? അങ്ങനെ വരുമ്പോൾ എന്തായി? V1 കട്ടായി. വിച്ച് മീൻസ് P2 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? P1/2 എന്ന് വന്നു. ആണല്ലോ, ശരിയല്ലേ? ഫൈൻ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഫസ്റ്റ് കേസ്. ഇവിടെ ഫസ്റ്റ് കേസ് അവസാനിക്കുന്നു. ഇനി നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ്സ് എടുത്ത് നോക്കുകയാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ ദിസ് ഈസ് ദ സ്റ്റേജ് ഫ്രം 1 to 2. അതായത് ഐസോതെർമൽ പ്രോസസ് 1 to 2 ആണ്. 2 to 3 ആണ് ഞാൻ എന്തായിട്ട് എടുക്കാൻ പോകുന്നത്? അഡിയാബാറ്റിക് പ്രോസസ്സായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായി? അവിടെ എനിക്ക് അഡിയാബാറ്റിക് പ്രോസസ്സ് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് P2 V2 റേസ് ടു ഗാമ ഈക്വൽസ് ടു എന്തായിരിക്കും? P3 V3 റേസ് ടു ഗാമ ആയിരിക്കും. ആണല്ലോ. സോ ഇവിടെ എനിക്ക് പറയാൻ പറ്റും P2 എന്ന് പറയുന്നത് എന്താണ്? P1/2 അല്ലേ? ആണല്ലോ, ശരിയല്ലേ? V2 എന്ന് പറയുന്നത് 2 ടൈംസ് V1 നമ്മൾ നേരത്തെ എഴുതി വെച്ചതാണ്, റേസ് ടു ഗാമ. ദാറ്റ് ഈസ് ഈക്വൽ ടു P3 ഇൻറ്റു ഇത് വീണ്ടും ഡബിൾ ആയി എന്നല്ലേ പറയുന്നത്. സോ V3 എന്ന് പറയുന്നതായിരിക്കും 2 ടൈംസ് V1 അല്ലേ? അതായത് 4 ടൈംസ് V1 ആയില്ലേ? 4 ടൈംസ് V1 റേസ് ടു ഗാമ എന്ന് വന്നല്ലോ. ശരിയല്ലേ മക്കളെ? സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും P1/2 ഇൻറ്റു 2 to power ഗാമ ഇൻറ്റു V1 to power ഗാമ. That is equal to P3 into 4 raised to gamma times V1 raised to gamma എന്ന് വരും. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? V1 raised to ഗാമയും V1 raised to ഗാമയും കട്ടാകും. ഓൾ റൈറ്റ്, ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ എനിക്കിവിടെ പറയാൻ പറ്റും, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ എനിക്ക് എങ്ങനെ വരും? P1/2 അല്ലേ? P1/2 ഇൻറ്റു ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. സോ 2/4 ടൈംസ് അല്ലേ കുഞ്ഞുങ്ങളെ? 2/4 ടൈംസ് ഗാമ ഈക്വൽ ടു എന്തെന്ന് വന്നു? P3 എന്ന് വരും. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ P1/2 ഇൻറ്റു ദിസ് ക്യാൻ ബിറ്റ്ൻ ആസ് 1/2 റേസ് ടു ഗാമ ഈക്വൽ ടു എന്ത് വന്നു? P3 എന്ന് വന്നു. ശരിയല്ലേ? ഈ P1 എന്ന് പറഞ്ഞ പ്രഷർ എത്രയാണ് കുഞ്ഞേ? 2 × 10 to the power 7 അല്ലേ? ഇവിടെ ഒരു 2 ഉണ്ടല്ലോ. സോ 10 to the power 7 ടൈംസ് 1/2 റേസ് ടു ഗാമ. ഗാമ എന്ന് പറയുന്നത് എത്രയാണ്? 3/2 ഈക്വൽ ടു എന്ത് വന്നു? P3 എന്ന് വന്നു. സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആസ് 3.53 ഇൻറ്റു 10 to the power 6 എന്നായിരിക്കും. മക്കളെ ഓക്കെ ആണോ? കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലേടാ?
സോ അടുത്ത ക്വസ്റ്റിനോട്ട് വന്നേ. എ ഡയാറ്റോമിക് ഗ്യാസ് with gamma value equal to 1.4 does 400 joule of work when it is expanded isobarically. The heat given to the gas in this process, അങ്ങനെയാണെങ്കിൽ the heat given to the gas in this process എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ മക്കൾ? ശ്രദ്ധിച്ചേ, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐസോബാറിക് പ്രോസസ്സാണ്. which means pressure remains constant. ശരിയല്ലേ? So since the pressure remains constant, we can say that isobaric process ആണല്ലോ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ? just a minute. മക്കൾ നോക്കിക്കേ, നമുക്കറിയാവുന്ന കാര്യമാണ് പി വി ഈക്വൽസ് മ്യൂ ആർ ടി ആണല്ലോ. വിച്ച് മീൻസ് പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽസ് മ്യൂ ടൈംസ് ആർ ഇൻറ്റു എന്തായിരിക്കും? ഡെൽറ്റ ടി ആയിരിക്കും. ഐസോബാറിക് പ്രോസസ്സാണ്. സോ പി ഇൻറ്റു ഡെൽറ്റ വി, അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് മ്യൂ ടൈംസ് ആർ ഇൻറ്റു എന്തായിരിക്കും? ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ ഫൈൻ. സോ മ്യൂ ടൈംസ് ആർ ഇൻറ്റു എന്ന് തോന്നുന്നു? ഡെൽറ്റ ടി എന്ന് തോന്നുന്നു. ഓക്കെ അല്ലടാ? ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ഡെൽറ്റ, ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്തേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ ഈക്വൽസ് ടു ഡെൽറ്റ യു പ്ലസ് പി ടൈംസ് എന്തായിരിക്കണം മക്കളെ? ഡെൽറ്റ വി ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന വാല്യൂ അല്ലേ? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന വാല്യൂ അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ആണല്ലോ. സോ ഡെൽറ്റ ക്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ? സോ നമുക്കറിയാം ഇതൊരു ഐസോബാറിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂ എന്നുള്ള റിലേഷൻ, ഓക്കെ, ഡെൽറ്റ ക്യൂ എന്നുള്ള റിലേഷനിലോട്ട് നമ്മൾ എത്തുമ്പോൾ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ടൈംസ് സി സഫിക്സ് പി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? ആണല്ലോ. ഓക്കെ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ സോ നമുക്കിവിടെ എന്ത് കിട്ടി? ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആണല്ലോ. സോ ആ ഒരു ഫൈനൽ കൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്കിനി എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂവിലോട്ടാണ് ഫൈനലി എത്തേണ്ടത്. ആണല്ലോ. സോ അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ് സി സഫിക്സ് പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? സി സഫിക്സ് പി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ടൈംസ് ഗാമ ഓൾ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്നുള്ളിടത്ത് എന്ത് വന്നടാ? ഡെൽറ്റ ക്യൂ എന്നുള്ളിടത്തുള്ളത് മ്യൂ ടൈംസ് അല്ലേ? മ്യൂ ടൈംസ് ഡെൽറ്റ ടി ഇൻറ്റു സി പിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ആർ ടൈംസ് ഗാമ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഗാമ മൈനസ് 1 എന്ന് വരും. ആണല്ലോ. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പി ടൈംസ് ഡെൽറ്റ വി, അതായത് വർക്ക് ഡണ്ണിൻ്റെ ഒരു ടേം ഇവിടെ കിടപ്പുണ്ട്. ആണല്ലോ. ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഡെൽറ്റ ക്യൂ അല്ലേ കുഞ്ഞേ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായി? ഡെൽറ്റ ക്യൂ എന്നുള്ളൊരു ടേം വരുമ്പോൾ ഫൈനലി നമുക്കിവിടെ കിട്ടുന്നത് മ്യൂ ടൈംസ്, അത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? മ്യൂ ടൈംസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി അപ്പോൾ ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് വരുന്നു. ഓക്കെ ഫൈൻ. അങ്ങനെയാണ് എങ്കിൽ വർക്ക് ഡൺ ഇവിടെ തന്നിട്ടില്ലേ? ആണല്ലോ. വർക്ക് ഡൺ എത്രയാണ്? 400 ആണ്. ആണല്ലോ. ശരിയല്ലേ? സോ മ്യൂ ടൈംസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി നോക്കിക്കേ, മ്യൂ ടൈംസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ളത് എന്താണ്? 400 ആണ്. അത് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആണല്ലോ. വിച്ച് മീൻസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു നോക്കിക്കേ എന്ത് വരും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ആ 400ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആണല്ലോ. സോ 400 ടൈംസ് അല്ലേ കുഞ്ഞേ? 400 ടൈംസ് ഗാമ അപ്പോൺ ഗാമ മൈനസ് 1 എന്ന് വരുന്നു. ദാറ്റ് ഈസ് 400 ഇൻറ്റു ഗാമാൻ്റെ വാല്യൂ എത്രയാണ്? 1.4 ഡിവൈഡഡ് ബൈ 1.4 മൈനസ് 1 അല്ലേടാ? റീഅറേഞ്ച് ചെയ്താൽ എത്ര വരും? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1400 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, സംശയമൊന്നുമില്ലല്ലോ? അല്ല മോനെ മുഹമ്മദ് ഹാഷിർ
400 അതെ 1400. മുഹമ്മദ് ഹാഷിർ എന്തോ ഒരു ലൈക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഹെൻറി കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റിനോട് നമ്മൾ പോവുകയാണ് മക്കളെ. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. എ മോണോ ആറ്റോമിക് ഗ്യാസ്, ക്ലിയർ, അടിപൊളി. ശ്രദ്ധിച്ചേ. എ മോണോ ആറ്റോമിക് ഗ്യാസ് പെർഫോംസ് എ വർക്ക് ഓഫ് Q/4 where Q is the heat supplied to it എന്ന് പറയുന്നുണ്ട്. The molar heat capacity of the gas will be equal to dash times capital R during this transformation where capital R is universal gas constant എന്നും പറയുന്നു. ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ നോക്കുക, നമ്മളോട് പറഞ്ഞിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് Q/4 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറയുന്നത് Q/4 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുത്ത കുഞ്ഞുങ്ങളെ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W, വിച്ച് മീൻസ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഹീറ്റ് എത്രയാണ്? Q അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W എന്ന് പറയുന്നത് എത്രയാണ്? Q/4 ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് കുഞ്ഞുങ്ങളെ ഡെൽറ്റ U എന്ന് പറയുന്നത് എന്ത് വാല്യൂ എത്ര വരണം ഇവിടെ? 3Q/4 എന്ന് വരണം. 3Q/4 എന്ന് വരണം. ഓക്കെ ആണല്ലോ? ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ, ഇതുവരെ ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പം ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ യുവിൻ്റെ വാല്യൂ കിട്ടി. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്കറിയാവുന്ന ഒരു റിലേഷനാണ് എന്ത്? ഇൻറ്റേർണൽ എനർജി, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അല്ലേ? സോ അവിടെ നിങ്ങൾ നോക്കുക 3Q/4 ഇതെന്താണ്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് അല്ലേ? സോ ഈ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിനെ കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ആ ഇക്വേഷൻ നമുക്ക് എഴുതിയിട്ട് മുന്നോട്ട് പോകാം. ഡെൽറ്റ U ക്യാൻ ബി റിട്ടൺ ആസ് F/2 ടൈംസ്, F എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, യെസ്, സിൽമാൻ എന്നാണ് പേര് കാണാൻ പറ്റുന്നത്. മാനസ്, നിജിൽ, കറക്റ്റാണ്. F/2 ടൈംസ് N ഇൻറ്റു ഓക്കെ ക്യാപിറ്റൽ R ടൈംസ് ഡെൽറ്റ T എന്ന് എഴുതാം. ക്ലിയർ ആണ് മക്കളെ? ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എന്താടാ? 3Q/4 അല്ലേ? ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു F/2 ടൈംസ് M ഇൻറ്റു ക്യാപിറ്റൽ R ഇൻറ്റു എന്ത് വന്നു? ഡെൽറ്റ T എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേ. ഇതെന്ത് വരുടാ? 3Q/2 അല്ലേ? 3Q/2 ഈക്വൽസ് എന്തായി? F ടൈംസ് N ഇൻറ്റു R ഇൻറ്റു ഡെൽറ്റ T എന്ന് വന്നു. ഇവിടെ മോണോ ആറ്റോമിക് ആണ്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ 3 ടൈംസ് M ഇൻറ്റു R ടൈംസ് ഡെൽറ്റ T എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, Q/2 അല്ലേ? Q/2 ഈക്വൽ ടു N ടൈംസ് R ക്യാപിറ്റൽ ഡെൽറ്റ T എന്ന് വരും. ആണല്ലോ? നമുക്കറിയാവുന്ന കാര്യമാണ്. Q ഈസ് ഈക്വൽ ടു ഇതിനകത്തൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ Q ഈക്വൽ ടു എന്ത് വരണം? N ടൈംസ് അല്ലേടാ C/V ഇൻറ്റു ഡെൽറ്റ T എന്ന് വരണ്ടേ? ശരിയല്ലേ? സോ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് വരും? C/V ഈക്വൽ ടു 2 ടൈംസ് R എന്ന് കിട്ടും. മക്കളെ ഓക്കെ ആണല്ലോ? കുഞ്ഞുങ്ങളെ ഓക്കെ അല്ലേ? ഫൈൻ. ശ്രദ്ധിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ 2 ഡിഫറെൻറ്റ് തെർമോഡൈനമിക് പ്രോസസ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇതിനകത്ത് സംശയമൊന്നും ഇല്ലായിരുന്നല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 34 ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. 34 ഓക്കെ അല്ലേടാ? കുഞ്ഞുങ്ങളെ 34 ഓക്കെ അല്ലായിരുന്നോ? പെർഫെക്റ്റ്. ഓൾ റൈറ്റ്. താങ്ക് യു ഹെൻറി. സോ അങ്ങനെയാണെങ്കിൽ 35ാമത്തെ ക്വസ്റ്റ്യനെ നോക്കിയടാ. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ 2 ഡിഫറെൻറ്റ് തെർമോഡൈനമിക് പ്രോസസ്സ്? താഴെ തന്നിരിക്കുന്ന 2 തെർമോഡൈനമിക് പ്രോസസ്സിൽ
ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. ആദ്യമേ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു അഡിയബാറ്റിക്കും ഐസോതെർമൽ. അഡിയബാറ്റിക് ഓപ്ഷൻ എ നോക്കുക. നിങ്ങൾ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിൽ നോക്കിക്കേ. ഓപ്ഷൻ എ പറയുന്നത് ഇത് അഡിയബാറ്റിക് ആണെന്നും ഓക്കെ ഇതെന്താണെന്ന് പറയുന്നത് ഐസോതെർമലും ആണെന്ന് പറയുന്നത്. അഡിയബാറ്റിക് പ്രോസസ്സ് ഇതായത് ലൈക്ക് ആസ് പെർ ദ ഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് വോളിയം ആണ്, വിച്ച് മീൻസ് ഇതെന്ത് വരണം, ഐസോകോറിക് പ്രോസസ്സ് വരണം. ശരിയല്ലേ? അത് തെറ്റി. അടുത്ത നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇവിടെ ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് പറയുന്നത് ഐസോതെർമൽ ആണ് പറഞ്ഞത്. ഇത് ടെമ്പറേച്ചറാണ്. ശരിയല്ലേ? അതും തെറ്റി. ശരിയല്ലേ കുഞ്ഞെ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് ടെമ്പറേച്ചർ ഇതെന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഐസോതെർമൽ. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്ത് കാണാൻ പറ്റും, ഐസോതെർമൽ പ്രോസസ്സാണ്. സോ ഇത് ഒരു അഡിയബാറ്റിക് ലൈക്ക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ, ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇതും ഇറ്റ് ഡിപ്പെൻസ് കംപ്രഷൻ ഓർ ലൈക്ക് എക്സ്പാൻഷൻ എന്ന് പറയാം. സോ എയും ബിയും തെറ്റായിട്ടുള്ള ഓപ്ഷനാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു, വിച്ച് മീൻസ് 3യും എന്തായിരിക്കും നമുക്ക് വരുന്നത്, 3യും 4ഉം ആയിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ കുഞ്ഞേ? ഹെൻറി കറക്റ്റാണ്, മുഹമ്മദ് ഹാഷിർ കറക്റ്റാണ്, ബ്രഹ്മദത്ത് കറക്റ്റാണ്, സിൽമർ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മക്കളെ നോക്കിക്കേ, എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ എ certain thermodynamical process, the pressure of a gas depends on its volume as kV raised to 3. kV raised to 3. The work done when the temperature changes from 100 degrees Celsius to 300 degrees Celsius will be dash times n into r എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ what is the value of n എന്നാണ് ചോദ്യം. ശരിയല്ലേ? ഡാർവിൻ കറക്റ്റ് ആയിരുന്നു കുഞ്ഞെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുക. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രഷർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. പ്രഷർ ഡിപ്പെൻസ് ഓൺ ദ റിലേഷൻ പി ഈക്വൽ ടു കെ വി റേസ് ടു 3. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പി വി റേസ് ടു -3 ഈക്വൽ ടു എന്ത് വരും, കെ എന്ന് വരും. അല്ലേ കുഞ്ഞെ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ പറയാൻ പറ്റും ഗാമ ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ -3 ആയിരിക്കും. ആണല്ലോ. ഫൈൻ. ഇനിയും വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്. അല്ലേ കുഞ്ഞെ? വർക്ക് ഡൺ ഇൻ ആൻ ഗാമ വാല്യൂ നമുക്ക് -3 എന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. സോ വർക്ക് ഡൺ ഇൻ ദിസ് കേസ് ഗാമ ഈസ് ഗോയിങ് ടു ബി ലൈക്ക് എന്താ വരിക, വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ എന്താ വരുന്നത്, വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ എന്താണ് വരുന്നത്, W ഈക്വൽ ടു യെസ് mu times capital R into T1 minus T2 all divided by gamma -1 എന്ന് വേണം. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞേ. W is equal to mu times R into T1 എന്ന് പറയുന്നത് എത്രയായിരുന്നു, 100 ആയിരുന്നു അല്ലേ. സോ 100 മൈനസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിലോട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ കൺവേർഷൻ്റെ ആവശ്യമില്ല. 100ൽ നിന്നിട്ടും 300 പോകുന്നു. സോ നമുക്കിവിടെ ഡയറക്റ്റ് ഡിഫറൻസ് എടുക്കാം, കൺവേർഷൻ ചെയ്യേണ്ട, കെൽവിനിലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ 100 മൈനസ് 300 ഓൾ ഡിവൈഡഡ് ബൈ ഗാമേൻ്റെ വാല്യൂ എത്രയായിരുന്നു, -3 അല്ലേ. സോ -3 -1 എന്ന് വരും. ആണല്ലോ. ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി mu ടൈംസ് R ഇൻറ്റു ഇത് എത്രയാണ് കുഞ്ഞ് വരാൻ പോകുന്നത്, -200 ഡിവൈഡഡ് ബൈ -4 എന്ന് വരും. ആൻഡ് വി വിൽ ഗെറ്റ് ദിസ് ആസ് W ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര വരണം, ഇവിടെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ഇവിടെ 50 എന്ന് വരണ്ടേ. 50 ടൈംസ് mu സഫിക്സ് R എന്ന് വരും. അല്ലേ കുഞ്ഞെ? അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് n ഡിനോട്ട്സ് ദ വാല്യൂ അല്ലേ, എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലേ? n ഈക്വൽ ടു എന്തെന്ന് വന്നു, n ഈസ് ഈക്വൽ ടു 50 എന്ന് വന്നു. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അതെ, പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് ഞാനിവിടെ ഗാമ ഈക്വൽ ടു, അതെ.
അതെ അതെ, ഞാനത് ബൈ മിസ്റ്റേക്ക് പറഞ്ഞു അഡിയാബാറ്റിക് പ്രോസസ്സ് ആണെന്നുള്ളത്. പോളിട്രോപ്പിക് പ്രോസസ്സാണ് തീർച്ചയായിട്ടും. സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ കുഞ്ഞേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.